السلام عليكم ورحمة الله. إن الحمد لله الواحد القهار العزيز الجبار غافر الذنب وقابل التوب الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. സ്നേഹാദരണീയരായ കേരള നദുവത്തുൽ മുജാഹിദീൻ താനാളൂർ ശാഖ ഭാരവാഹികളെ, മുജാഹിദ് നേതാക്കളെ, നല്ലവരായ സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ച് ഈ ലോക ജീവിതത്തെ ക്രമീകരിച്ചു സഹിക്കാനാവാത്ത നരകശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള സൽപ്രവർത്തനങ്ങളിൽ സജീവമാകണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ സന്തോഷത്തോടുകൂടിയാണ് മാസം തോറും നടന്നു വരുന്ന ഈ വിജ്ഞാന സദസ്സിൽ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. പാരന്റിംഗ്, രക്ഷാകർതൃത്വം എന്ന റോളിൽ എന്നെക്കാളേറെ പരിചയ സമ്പത്തുള്ള, ഒരുപാട് കാലമായി ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വിഷയം അവതരിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ജിഹാദാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട, ഇന്ന് സമൂഹത്തിനിടയിൽ വലിയ പ്രശ്നമായി കൊണ്ടിരിക്കുന്ന ഒരു മേഖലയായി കുടുംബരംഗം മാറ്റപ്പെട്ടു പോകുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. എന്റെ അനുഭവത്തിൽ 90% രക്ഷിതാക്കളും മക്കളെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥരാണ്, അല്ലെങ്കിൽ അവർ ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു രക്ഷിതാവ് എന്റെ കോളേജിൽ വന്ന് എന്നോട് പറഞ്ഞത്, സാറേ, ഞാൻ മാനം കെടും, നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തണമെന്നാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അതൊരു രക്ഷിതാവിന്റെ തുറന്നു പറച്ചിലാണ്. ഈ രൂപത്തിൽ പല പ്രയാസകരമായ സാഹചര്യങ്ങളും ഇന്ന് ഈ മേഖലയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കേവലം പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടേണ്ടവർ മാത്രമല്ല രക്ഷിതാക്കൾ. ഞാൻ എന്റെ സംസാരം തുടങ്ങുന്നത് തന്നെ
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജി വിഭാഗം നടത്തുന്ന ഒരു പ്രത്യേകമായ കൗൺസിലിംഗ് കോഴ്സിൽ അതിലെ ഒരു പാഠപുസ്തകത്തിന്റെ ഒന്നാമത്തെ വരിയിൽ തന്നെ കൊടുത്തത് ഇന്ന് കേരളത്തിലെ ബഹുഭൂരിഭാഗം വിദ്യാർത്ഥികളും അല്ലെങ്കിൽ മക്കളും വളരുകയാണ്, അവരെ ആരും വളർത്തുന്നില്ല എന്നുള്ളതാണ്. ഒരു വിത്ത് മണ്ണിലിട്ടാൽ അതിങ്ങനെ വളർന്നു വരും എന്നുള്ളതുപോലെ അവർ അവരുടെ വഴിക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പുതിയ ലോകത്ത്, ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊക്കെ അറിയാവുന്ന ഇന്നത്തെ ഒരു സാഹചര്യത്തെ കുറിച്ച് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു പുതിയ ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഭൗതികമായ മേഖലകളിൽ മാത്രം പരിമിതപ്പെട്ടു പോകുന്ന ഒരു ലോകം. ഒരുപാട് നമ്മളെ തന്നെ നിയന്ത്രിക്കുന്നത് നമ്മളല്ലാതായി മാറുന്ന ഒരു കാലം. ഇത് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചാൽ, ഇപ്പൊ കോഴിക്കോട് ഒരു പ്രസിദ്ധമായ ഒരു കടയുടെ പരസ്യം തന്നെ 5 പദങ്ങളാണ്. എന്തൊക്കെയാണത്? 1 ബിരിയാണി, 2 പന്ത് കളി, 3 മാപ്പിളപ്പാട്ട്, 4 ആയുർവേദം, 5ാമത്തത് ആ കടയുടെ പേരാണ്. ആദ്യം പറയുന്ന 4 കാര്യങ്ങൾ മലബാറുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം മാറ്റി നിർത്താൻ കഴിയാത്തതാണ്. ഒന്നാമത്തത് ബിരിയാണി, അതിനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ. അതിൽ കുറഞ്ഞൊരു പരിപാടി നമ്മുടെ നാട്ടിലില്ല. 2 പന്ത് കളിയാണ്. ഏത് നാട്ടിൽ ഏത് 2 ടീമുകൾ തമ്മിൽ കളിച്ചാലും അതിനു വേണ്ടി തമ്മിലല്ല നമ്മുടെ നാട്ടിൽ ആളുകളുണ്ട്. അന്യ പുരുഷനും അന്യ പെണ്ണും കാട്ടിക്കൂട്ടുന്ന കോപ്രായമാണെങ്കിലും അതിന് മുമ്പിൽ മാപ്പിളാന്ന് കേട്ടാൽ ആ പാട്ട് കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. എല്ലാം കഴിഞ്ഞ് കാലിന് കയ്യിലൊക്കെ വേദന വരുമ്പോ പിന്നെന്താ? ആയുർവേദം തന്നെയാണ് ശരണം. ഇത് ജീവിച്ചിരിക്കുന്ന ഒരു നാടിന്റെ ചിത്രമായി ഒരു പരസ്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വരികയാണ്. കമ്പോളം നമ്മളെ നിയന്ത്രിക്കുന്നു. ഒന്നും വേണ്ട, നിങ്ങളിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലെത്തുന്ന സമയത്ത് നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ നിങ്ങളുടെ മുഖത്ത് നോക്കി അമ്മ എന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ അച്ഛൻ എന്ന് വിളിച്ചാൽ നിങ്ങൾക്കൊരു വല്ലാത്ത പ്രയാസം. മലയാള ഭാഷയിൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഉപ്പ എന്ന് പറഞ്ഞാൽ ഒന്നെങ്ങനെയാണ്. പക്ഷെ അത് കേൾക്കുമ്പോ എന്തോ ഒരു അരോചകമായി നമുക്ക് തോന്നും. ഇതുപോലൊരു സ്ഥലത്തുനിന്ന് ഒരു അമുസ്ലിമായ സുഹൃത്ത് വീട്ടിലെത്തി അവരുടെ മകൻ അവരെ ഉപ്പയെന്നോ അല്ലെങ്കിൽ ഉമ്മയെന്നോ വിളിച്ചാൽ അത് അവർക്കും സഹിക്കാൻ കഴിയില്ല. എന്നാൽ മുസ്ലിമായ നിങ്ങളും അമുസ്ലിമായ അവരും വീട്ടിലെത്തുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ മക്കൾ മമ്മി എന്നും ഡാഡി എന്നും വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക? കുഴപ്പമില്ല, കൊടുക്കുന്ന ഫീസ് മുതലാക്കുന്നുണ്ട്. കാരണം നമ്മൾ ചിന്തിച്ച ഒരു ലോകം അവിടെ ഇത് ഇനിയും നമ്മളിലേക്ക് നമ്മൾ ആലോചിച്ചു. നമ്മുടെ സാഹചര്യം ഞാൻ ബോധ്യപ്പെടുത്തുക. 4 ആളുകളുടെ വീട്ടിൽ എത്ര മൊബൈൽ ഫോൺ ഉണ്ടാവും? ഇപ്പൊ ഒരാൾക്ക് 2ഉം 3ഉം ഫോണാണ്. കുടുംബത്തിന് വിളിക്കാൻ ഒരു ഫോണ്, ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി വേറൊരു ഫോണ്. ശരി, 4 ആളുകളുടെ വീട്ടിൽ എത്ര ഖുർആനുണ്ട്? കുട്ടികൾ മദ്രസയെ പഠിക്കണ ഖുർആൻ കൂട്ടരുത്, അതല്ലാതെ എത്ര ഖുർആനുള്ളത്? അപ്പൊ നമ്മുടെ ഒരു ന്യായം ഉണ്ടല്ലോ, ഒരാൾ ഓതിയാ പോലെ. ശരി, എന്നാൽ നമ്മൾ ഈ ഭൗതികമായ വിഷയത്തിൽ അങ്ങനെ ഒരു ചിന്ത വരാറില്ല. ഞാൻ ഈ അടുത്ത് ഈ ലോക്ക്ഡൌണിന്റെ തൊട്ട് മുമ്പ് ഗൾഫിൽ പോയി നാട്ടിൽ വരാൻ നിൽക്കുമ്പോ എന്റെ കൂടെ ഒരു 2 വർഷം ഗൾഫ് പ്രവാസ ജീവിതം അനുഭവിച്ച് നാട്ടിൽ തിരിച്ചു പോരുന്ന ഒരു സുഹൃത്തുണ്ട്. അപ്പൊ ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുമ്പോ അദ്ദേഹം പെട്ടിയൊക്കെ കെട്ടി റെഡിയാക്കി വെച്ച് 20 കിലോ സാധനങ്ങളെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റിയ. ഒന്ന് തൂക്കി നോക്കിയപ്പോ 21 കിലോ പെട്ടി തുറന്നു. എന്നിട്ട് പെട്ടിയുടെ സൈഡിൽ വെച്ച ഖുർആൻ എടുത്തു മാറ്റി. എന്നിട്ട് മുമ്പ് ഒന്നും കൂടി തൂക്കി നോക്കി. അപ്പൊ 19.5 കിലോ. മുമ്പനോട് ഒരു നിഡോന്റെ ടിന്ന് കൂടി പോകുന്ന. കാരണം നിഡോന്റെ ടിന്ന് നാട്ടിലെത്തിയ ഉപകാരമുണ്ട്, പക്ഷേ ഖുർആൻ ആ ഒരു നിലയ്ക്ക് ഉപകരിക്കാതെ പോകുന്നു. അതാ പറഞ്ഞത്, ഭൗതികമായ വിഷയം
വിഷയത്തിലുള്ള താല്പര്യം പാരത്രികമായ രംഗത്തേക്ക് കടന്നു വരുന്നില്ല. 25 ലക്ഷം രൂപ, ഒരു വീട് വയ്ക്കാൻ 25 ലക്ഷം രൂപ ചെലവാക്കി കുടി കൂടുന്നതിന്റെ തലേ ദിവസം ഒരു സുഹൃത്തിനെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നാളെ നിങ്ങൾ വരണം. വരുന്ന സമയത്ത് ആ പച്ച ചട്ടുള്ള നല്ല മിനുസുള്ള ഖുർആനുണ്ടല്ലോ, അതൊരു കോപ്പി നിങ്ങൾ കൊണ്ടുവരണം. അപ്പൊ ഞാൻ ചോദിച്ചു, 250 ഉറുപ്പിക എടുത്താൽ കിട്ടൂലേ? അദ്ദേഹം പറഞ്ഞു, ഫ്രീ കിട്ടും, അതൊരു സുഖമാണ്. ഇത് ഫ്രീ കിട്ടാൻ തുടങ്ങിയപ്പോ ഇതിന്റെ വില അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു അർത്ഥത്തിലുള്ള ഒരു ലോകം നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാകുന്നു. ഇപ്പൊ നിങ്ങൾ വീട്ടിലെത്തിയിട്ട് നിങ്ങളുടെ മകനോ മകളോ നിങ്ങളോട് പറയാം, വാപ്പ എനിക്കൊരു മൊബൈൽ ഫോൺ വേണം. അപ്പൊ പഴയ നോക്കിയന്റെ വലിയ സെറ്റ് ഉണ്ടല്ലോ, ഏത് വെള്ളത്തിൽ വീണാലും റേഞ്ച് വരും. ആ ഫോൺ വാങ്ങിക്കൊടുക്കാൻ നിങ്ങളെ മക്കൾ തയ്യാറാവോ? വാപ്പ എനിക്കൊരു ബൈക്ക് വേണമെന്ന് പറയുമ്പോ ഏത് കയറ്റും കയറുന്ന നല്ല പുള്ളിങ്ങും മൈലേജൊക്കെ ഉള്ള മീൻകാർ ഓടിക്കണ M8 വാങ്ങിക്കൊടുത്താൽ ഉപയോഗിക്കാൻ എത്ര മക്കൾ തയ്യാറാവും? ഇവിടെ ബൈക്ക് യാത്രക്കല്ല, അഭ്യാസ പ്രകടനത്തിനാണ്. മൊബൈൽ ഫോൺ വിളിക്കാനും ബന്ധം പുതുക്കാനുമല്ല, കാണാനും കാണിക്കാനുമാണ്. 2021 എന്ന് മുദ്രണം ചെയ്ത ടീഷർട്ട് വാങ്ങാൻ തിരൂരിലെ ഒരു ടെക്സ്റ്റൈൽസിൽ 100-ലേറെ ആളുകൾ ജനുവരി 1-ാം തീയതി വന്നു എന്ന് ടെക്സ്റ്റൈൽസിന്റെ ഓണർ എന്നോട് പറഞ്ഞത് ഞാൻ ഈ സമയത്ത് ഓർക്കുക. എന്താ കാരണം? ഇതാ ലോകം. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലോകമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ടാണ് നമുക്ക് നമ്മെ കുറിച്ചും നമ്മുടെ കുടുംബത്തെ കുറിച്ചും നമ്മുടെ മക്കളെ കുറിച്ചും ആലോചിക്കാനുള്ളത്. സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും ഒന്നും ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല, നിങ്ങൾക്കൊക്കെ അനുഭവമുള്ളതാണ്. ഇവിടെ നമുക്ക് ആലോചിക്കാനുള്ളത് എന്താണ് പരിഹാരം. ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിൽ ഇബാദുർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ ലക്ഷണങ്ങളിൽ ആ കൂട്ടത്തിലെ ഒരു ലക്ഷണം വല്ലദീന യഖൂലൂന, അവർ പ്രാർത്ഥിക്കുന്നവരാണ്. എന്താ പ്രാർത്ഥന? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുർറത അഅ്യുനി, എന്റെ മക്കളിലൂടെ ഇണകളിലൂടെ കണ്ണിന് കുളിർമ പ്രദാനം ചെയ്യണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ മുത്തഖീങ്ങളുടെ ഇമാമാക്കി മാറ്റുകയും ചെയ്യണം. അപ്പോൾ ഒരു പ്രാർത്ഥന സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മൾ പാലിക്കേണ്ട ഒരുപാട് നിർദ്ദേശങ്ങൾ, അത് അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. പ്രാർത്ഥനയിൽ ഇബാദത്തുകളിൽ ശിർക്ക് കടന്നു വരാൻ പാടില്ല. ഇങ്ങനെ ഓരോന്ന് വിശദീകരിക്കപ്പെടുമ്പോൾ കൂട്ടത്തിലൊന്ന് നമ്മുടെ പരിധിയിൽപ്പെട്ടത് ചെയ്തിട്ടായിരിക്കണം റബ്ബിനോട് ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ റബ്ബിനോട് പറയേണ്ടത്. പരീക്ഷയ്ക്ക് പാസ്സാകണം എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ പഠിക്കണം. എനിക്ക് സാമ്പത്തികമായ ശേഷി വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അതിനുള്ള പണി ഞാൻ എടുക്കണം. എന്റെ മക്കൾ നന്നാകണം, എന്റെ കുടുംബം നന്നാകണം, ഞങ്ങൾ മുത്തഖീങ്ങളുടെ മുന്നിൽ നടക്കാൻ പര്യാപ്തമാകണം എന്നൊരു വിശ്വാസി പ്രാർത്ഥിക്കണമെങ്കിൽ അതിനുള്ള പണി നമ്മൾ എടുക്കണം. ആ പണി നമ്മൾ എടുത്തിട്ടുണ്ടോ? ആ പണി നമ്മൾ എടുത്തിട്ടുണ്ടോ? നിങ്ങൾ മക്കൾ, ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചവരായിട്ടുണ്ടല്ലോ, ആരാ നിങ്ങളുടെ മക്കൾ എന്ന് ചോദിച്ചാൽ ഫിത്നയാണ് മക്കൾ. ഞാൻ സൂചിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ മക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 2 പ്രയോഗങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഒന്ന്, ഫിത്നയാണ് മക്കൾ. മക്കൾ നമുക്കൊരു പരീക്ഷണമാണ്. രണ്ടാമത്തത്, മക്കൾ ഒരു അമാനത്താണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ ഒരാളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു കാര്യം. നമ്മൾ ചിലപ്പോ ഒരു യാത്ര പോകുന്ന സമയത്ത് എന്റെ കയ്യിലുള്ള എന്തോ ഒന്ന് തൽക്കാലം നീ ഒന്ന് പിടിക്കണം എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നാൽ എനിക്ക് അത് തിരിച്ചിരിക്കണം എന്നുള്ളതുപോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏൽപ്പിച്ച ഒരു അമാനത്ത്,
ആ ഒരു ബോധം നമുക്ക് വരാറുണ്ട്. ഈ സംസാരത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു ചിന്ത എന്താണെന്ന് അറിയാം? ഈ മക്കളുടെ വിഷയത്തിൽ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം, എല്ലാ ആളുകൾക്കും പ്രശ്നങ്ങൾ അറിയാം. പക്ഷെ എന്താണ് പരിഹാരം? എന്തിനാണ് റബ്ബ് നമുക്ക് മക്കളെ നൽകിയത്? എന്തിനാണ് നമുക്ക് മക്കളെ നൽകിയത്? ഞാൻ ഒരുപാട് ഈ വിഷയത്തിൽ, പ്രത്യേകിച്ചും ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പാരന്റ്സ് മീറ്റിംഗിലൊക്കെ സംസാരിക്കാൻ വേണ്ടി പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്. ഞാൻ ഈ അടുത്ത് 2-3 സൈക്കോളജി ഗ്രന്ഥങ്ങൾ വായിച്ചപ്പോ അതിലൊക്കെ അവർ പറയുന്ന ഒരു മറുപടിക്കപ്പുറത്ത് ഇവിടെ ഏറ്റവും ഫിറ്റാകുന്ന ഒരു മറുപടി എന്തെന്നറിയോ? എനിക്ക് തോന്നിയത് അല്ലാഹു നമുക്ക് മക്കളെ നൽകിയത് നമുക്ക് സ്വർഗം കിട്ടാനാണ്. അങ്ങനെ ഒന്ന് ആലോചിക്കുന്നത്. എനിക്ക് സ്വർഗം കിട്ടാൻ എനിക്ക് റബ്ബ് മക്കളെ തന്നു. അപ്പൊ ചില ആളുകൾക്ക് മക്കളെ നൽകിയിട്ടില്ല. അതെന്തിനാ? അതും സ്വർഗം കിട്ടാനാണ്. അവർക്ക് സ്വർഗം കിട്ടാൻ അതുവഴി ക്ഷമിക്കാനും സഹിക്കാനും ആദർശത്തിന്റെ മാർഗത്തിൽ കൃത്യമായി നിശ്ചയദാർഢ്യത്തോടുകൂടി പിടിച്ചു നിൽക്കാനുള്ള മനസ്സുണ്ടോ എന്ന ഒരു പരീക്ഷണമാണ്. എനിക്ക് നൽകിയ മക്കൾ അവർക്ക് നന്മയുടെ വഴി, ധർമ്മത്തിന്റെ മാർഗം, ആ ഒരു വഴിയിൽ തന്നെയാണോ അവർ എന്ന് പരിശോധിച്ചുകൊണ്ട് ആ വഴിയിലൂടെ അവരെ വളർത്തി എനിക്ക് എന്റെ സ്വർഗം നേടാം. എന്നിട്ടും അവർ വഴി തെറ്റിപ്പോയാൽ പിന്നെ അത് അവരുടെ സ്വർഗത്തിന്റെ വിഷയമാണ്. ആ ഒരു നിലക്ക് നിങ്ങളൊന്ന് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വീടിനെ നമ്മളൊന്ന് ആ ഒരു രൂപത്തിൽ മാറ്റിപ്പണി നോക്കൂ. അവിടെ ഞാൻ പെട്ടെന്ന് ഓരോ പോയിന്റുകൾ മാത്രം പറഞ്ഞു പോകാനാണ് ഈ സമയത്ത് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത്, ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ അറിയാം? നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് തോന്നണ്ട ഇയാൾക്ക് എന്താ ഇവിടെ വന്നിട്ട് ഞങ്ങളോട് മക്കളെ സ്നേഹിക്കാൻ പറയുന്നതൊക്കെ മക്കളെ സ്നേഹമുണ്ട് എന്നുള്ള ഒരു വിഷയത്തിൽ തർക്കമില്ല. പക്ഷേ ആ സ്നേഹം കിട്ടേണ്ടതുപോലെ മക്കൾക്ക് കിട്ടണില്ല എന്നുള്ള യാഥാർത്ഥ്യം 100% ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം. 100%. കാരണം എന്താ? എന്റെ കോളേജിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന 2 കുട്ടികളാണ്. അവരുടെ വീട് കോളേജിൽ നിന്ന് 15 കിലോമീറ്ററിന്റെ താഴെ. 18 വയസ്സ് പ്രായമുള്ള കുട്ടികൾ 15 കിലോമീറ്ററിനുള്ളിൽ വീടുള്ള കുട്ടികൾ ഹോസ്റ്റലിൽ താമസിക്കാനുള്ള കാരണം എന്താ? ഞാൻ ആ കുട്ടികളുടെ 2 പേരെയും എന്റെ റൂമിൽ വിളിച്ചു. ഞാൻ ചോദിച്ചു, 2 പേരും ഒരൊറ്റ സ്വരത്തിൽ പറഞ്ഞ മറുപടി എന്താ? അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല സാറേ. കാരണം വീട്ടിൽ ഒരു സന്തോഷമില്ല, ഒരു സമാധാനമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വാപ്പാനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? വാപ്പ വെറൊരു ബാങ്കാണ്, എന്ത് ചോദിച്ചാലും പൈസ തരും. ഉമ്മാനെ കുറിച്ചോ? ഉമ്മ ടേപ്പ് റെക്കോർഡ് തുറന്ന മാതിരി പഠിക്കണം ഒരു വർത്താനില്ല. നിങ്ങൾ ആലോചിച്ചപ്പോ നമ്മുടെ കുടുംബം ഇങ്ങനെയൊരു കുടുംബമായി മാറിയതെന്നുള്ള ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ, ഇപ്പൊ നിങ്ങൾ സ്ത്രീകൾ ഭർത്താവിനെ നമ്മളെന്താ പറയാ, ഭർത്താവിനെ വിളിക്കൽ വീണ്ടോക്കിയതാ. നിങ്ങൾ ആലോചിച്ചു, അത് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ ആരെങ്കിലും ഒരാൾ വന്ന് പിരിവിനൊക്കെ ആൾ വന്നെന്തെങ്കിലും സംസാരിച്ച എന്താ പറയാ? കുട്ടികളെ വാപ്പ വരുമ്പോ പറയട്ടാണ്. ആ നേരത്തെ നിങ്ങളെ ഹൈന്ദവ മതവിശ്വാസികളാണെങ്കിൽ അവര് കൃഷ്ണേട്ടൻ അല്ലെങ്കിൽ എന്താ പറയുക ഗോപിയേട്ടൻ അങ്ങനെ വിളിക്കും. ഞാൻ സൂചിപ്പിക്കുക, അങ്ങനെ വിളിക്കണം എന്ന് പറയാനല്ല. പക്ഷെ നമുക്ക് അപ്പൊ നമ്മളൊക്കെ എന്താ ബഹുമാനം കൊണ്ടാണ് നമ്മൾ പറയാ. അതൊരു ബഹുമാനം എന്നല്ല, അത് എന്തോ ഒരു പേടിയും ആ എന്തോ ഒരു ശൈലി നമ്മളിങ്ങനെ ശീലിച്ചു വരിക. തുറന്നൊരു മേശയുടെ ചുറ്റും ഇരുന്നൊരു സംസാരം ഇല്ല. ഈ അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, പെരിന്തൽമണ്ണയിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, ഞാൻ സ്കൂളിന്റെ പേര് പറയണില്ല, സ്കൂൾ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് എഴുതാത്ത ചോദ്യം എന്താ? ചോദ്യം, നിങ്ങൾ ഭാവിയിൽ എന്താവാൻ ആഗ്രഹിക്കുന്നു? 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എഴുതിയ ഉത്തരം എന്താണെന്നറിയോ? എനിക്ക് TV ആവണം. നമ്മൾ അത്ഭുതപ്പെടൂലേ? എനിക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, മാഷാകണം, പൈലറ്റ് ആകണം, ഡ്രൈവർ ആകണം എന്നൊക്കെ കുട്ടികൾ എഴുതുന്നു. എനിക്ക് TV ആകണം. ആ കുട്ടി അതിന്റെ കാരണം എഴുതി. എന്താ? ഞാൻ വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിൽ വരുമ്പോ എന്റെ ഉമ്മ ടിവിയെ തന്നെ നോക്കിയിരിക്കുക. രാത്രി മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് കുട്ടി പരീക്ഷയ്ക്ക് എഴുതിയ മഗ്‌രിബ് ബാങ്ക് നോക്കി
മകനിപ്പോ ബാങ്കൊക്കെ കൊടുത്ത് വാപ്പ വീട്ടിലേക്ക് വന്ന വാപ്പ റിമോട്ട് എടുത്ത് ടി.വി ഇങ്ങനെ നോക്കിയിരിക്കും. 9 മണിയായ എന്റെ ജ്യേഷ്ഠന്റെ ഇക്കാക്കയുടെ കൂടെ ഇക്കാക്ക പിന്നെ ഒരു 12-1 മണി വരെ ടി.വി ഇങ്ങനെ നോക്കിയിരിക്കും. അവൻ ആ ടി.വിയെ നോക്കണ പോലെ എന്നെ നോക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരാ ടി.വിയെ നോക്കുന്നത് പോലെ എന്നെ നോക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കോളേജിലെ എല്ലാ ക്ലാസ്സിലും 60 കുട്ടികളാണ്. ഫസ്റ്റ് ഇയറിലെ കുട്ടികൾ വന്ന് ഞാൻ എന്നും ചോദിക്കും, ഈ കൂട്ടത്തിൽ ഞങ്ങളുടെ കുട്ടികൾ മുഴുവൻ +2 കഴിഞ്ഞ പ്രായത്തിലുള്ള കുട്ടികളാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങളെ ഉമ്മ വെച്ച, നിങ്ങളെ ചുംബിച്ച എത്ര മാതാപിതാക്കളുണ്ടെന്ന് ചോദിച്ചാൽ ഒരാൾ ഉത്തരം പറയാറില്ല. കുട്ടിയൊക്കെ എന്തോ ഒരു കളിയാക്കണ പോലുള്ള ചോദ്യം എന്റെ തോന്നുക. അപ്പൊ നിങ്ങളോട് ചോദിച്ചെങ്കിൽ എത്ര ആൾ മറുപടി പറയും? 10ാം ക്ലാസ്സിന് മുകളിലുള്ള കുട്ടികളെ, മോണ കാട്ടി ചിരിക്കുന്ന, മുട്ടുകുത്തി നടക്കുന്ന, വാവിട്ട് കരയുന്ന 2 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ ഉമ്മക്ക് എന്നത് വലിയ കാര്യമൊന്നല്ല. അതാരും ചെയ്യും. മൂസാ നബി അലൈഹിസ്സലാമിനെ കിട്ടിയപ്പോ ഫിറൗൻ വെച്ചു അതിനെക്കാളുമല്ല, അത് വലിയ കാര്യമൊന്നല്ല. അല്ലെങ്കിൽ ആ ഒരു ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് ഓർമ്മയുള്ള കാലത്ത് സ്നേഹം നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സദസ്സിലേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കടന്നു വരിക. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ ഒരു കയ്യിൽ ഹസൻ, ഇടത്തെ കയ്യിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ഈ 2 കുട്ടികളെയും പിടിച്ച് റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് വന്നപ്പോ 2 കുട്ടികളെയും കയ്യിൽ ഏറ്റുവാങ്ങി ആദ്യം ഫാത്തിമയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചു. എന്താ കാരണം? ഫാത്തിമ മോളാണ്. അതാ വാപ്പാക്ക് മകളോടുള്ള സ്നേഹം. ഇത് പ്രകടിപ്പിച്ചേ പറ്റൂ. നേരില്ല, നമുക്ക് നേരില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും തമ്മിൽ ഓട്ട മത്സരം നടത്തി. റസൂലുള്ളാഹി തോറ്റു, ആയിഷ ബീവി ജയിച്ചു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ആയിഷ ബീവി കുറച്ച് തടിച്ചു കൊടുത്തൊരു കാലം, പ്രായമൊക്കെ കൂടി. അപ്പൊ റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞു, നമുക്കൊരു ഓട്ട മത്സരം കൂടി നടത്തണം. അല്ലാഹുവിന്റെ റസൂലും ആയിഷ ബീവി ഓടി. ആയിഷ ബീവിയെ തോൽപ്പിച്ച് റസൂലുള്ളാഹി ജയിച്ചു. അപ്പൊ റസൂൽ പറഞ്ഞത് പണ്ടത്തിനുള്ള പകരാ. ഇതൊരു വീടിന്റെ ഉള്ളിൽ നടക്കുന്ന ആലോചിച്ച് നോക്കൂ. നമ്മളെ മക്കളെ മുന്നിൽ നിർത്തി വാപ്പിമ്മ ഓടുന്ന ഓട്ടം ചിന്തിക്കാൻ കഴിയും നമുക്ക്? എന്താ കാരണം? നമുക്ക് കുടുംബം ഒരു യാന്ത്രികതയായി മാറി. ആ ഒരു രൂപത്തിൽ നമ്മുടെ കുടുംബങ്ങൾ ചുരുങ്ങി പോകുന്നു. അവിടെയാണ് നമുക്ക് നമ്മുടെ കുടുംബത്തെ മാറ്റിപ്പണിയാൻ കഴിയേണ്ടത്. നമുക്ക് തുറന്ന സ്നേഹവും ആ രൂപത്തിലുള്ള ഇടപെടലുകളുമൊക്കെ നമ്മുടെ കുടുംബ രംഗത്തേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് നമ്മുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇശാ നമസ്കാരത്തിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതിന്റെ ആകത്തുക കുടുംബ രംഗത്ത് സ്നേഹോഷ്മളമായ ഇടപെടലുകൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഇല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രയാസകരമായ അവസ്ഥകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി സൂചിപ്പിക്കാവുന്നതാണ്. പടച്ചറപ്പ് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അർഹമായ പ്രതിഫലം നൽകുന്ന സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹപൂർവ്വം രക്ഷിതാക്കളോട് എന്ന വിഷയം ഏതാനും ചില ചിന്തകൾ കൂടിയാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉത്തരവാദിത്വം എന്നുള്ള നിലക്ക് ഈ വിഷയത്തെ സമീപിക്കാൻ നാം തയ്യാറാവുന്നുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു സഹോദരൻ കടന്നു വന്നുകൊണ്ട് മകനെ കുറിച്ചുള്ള പരാതികൾ പറയുകയാണ്. നമ്മളൊക്കെ കേട്ട സംഭവമാണ്. എന്റെ മകൻ ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, തിരിച്ച് കയർത്ത് സംസാരിക്കുകയാണ് എന്ന് തുടങ്ങി മകനെ കുറിച്ചുള്ള പരാതികൾ പറയുന്നത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ സദസ്സിലേക്ക് മകനെ കൊണ്ടുവരുന്നു. മകനോട് ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മകൻ സമ്മതിക്കുകയാണ്. ശരിയാണ്, ഞാൻ എൻ്റെ പിതാവിനോട് വാപ്പയോട് ഈ രൂപത്തിൽ എതിർത്ത് സംസാരിക്കാറുണ്ടാവും. റളിയല്ലാഹു പറഞ്ഞു, എങ്കിൽ ശിക്ഷയ്ക്ക് വിധേയമാകണം. ഉടനെ മകൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, ശരി ഞാനതിന് തയ്യാറാണ്. കാരണം ഈ വാപ്പ പറഞ്ഞ കാരണങ്ങളൊക്കെ ശരിയായതുകൊണ്ട് ആ ശിക്ഷ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ
എന്റെ പിതാവ് ഒരു വാപ്പയെന്നുള്ള നിലയ്ക്ക് എനിക്ക് ചെയ്തു തരേണ്ട വല്ല ബാധ്യതകളുമുണ്ടോ? ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു പറഞ്ഞു, തീർച്ചയായും നിന്റെ പിതാവ് നിനക്ക് ചെയ്തു തരേണ്ട ബാധ്യതകളുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന്, നല്ല ഒരു ഉമ്മയെ നിനക്ക് വേണ്ടി കണ്ടെത്തണം. രണ്ട്, നല്ല ഒരു പേരിടണം. മൂന്ന്, നിനക്ക് ഇസ്ലാമിക ദീനി സംഹിതകൾ നിന്നെ പഠിപ്പിക്കണം. ഈ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. സാധാരണ നമ്മുടെ ഇഫക്റ്റീവ് പാരന്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് സൈക്കോളജി വിദഗ്ധന്മാരൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ മക്കളെ കുറിച്ചുള്ള ചർച്ചയിൽ ഒന്നാമത്തെ ഭാഗമായിട്ട് അവർ പറയാറുള്ളത്, ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ ഗർഭധാരണം മുതൽ ശ്രദ്ധിക്കണം എന്നാണ് പറയാറുള്ളത്. എന്നാൽ ഇസ്ലാം പറയുന്നത് അവിടുന്ന് പോരാ. ഒരു സഹോദരനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയെ തെരഞ്ഞെടുക്കുന്ന രംഗം മുതൽ, അതാണ് നിനക്ക് വേണ്ടി നല്ല ഒരു മാതാവിനെ കണ്ടെത്തണം. കുട്ടി പറഞ്ഞു, എന്റെ ഉമ്മ ഒരു വിഗ്രഹാരാധകയാണ്, ഒരു ബഹുദൈവ ആരാധകയാണ്. രണ്ടാമത് നല്ല പേര്, കരിവണ്ട് എന്ന അർത്ഥം വരുന്ന പേരാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. മൂന്നാമത് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് പോയിട്ട് ഒരു ഹർഫ് പോലും അവരെന്നെ പഠിപ്പിച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ശിക്ഷ പിതാവിന് നേരെ വിധിക്കുന്നതാണ് പിന്നീട് സംഭവിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഞാനൊരു രക്ഷിതാവാണ്, രണ്ട് ആൺകുട്ടികളുടെ ഒരു രക്ഷിതാവാണ് ഞാൻ രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് എന്റെ മക്കൾക്കുള്ള ഭക്ഷണം ഞാൻ കൊടുക്കാറുണ്ട്, അവർക്ക് വേണ്ട വസ്ത്രം ഞാൻ കൊടുക്കാറുണ്ട്, അവരുമായി ഇടയ്ക്കിടയ്ക്ക് ചുറ്റിക്കറങ്ങാൻ ഞാൻ പോകാറുണ്ട്, അവരുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വേണോ ഇതെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു കൃഷ്ണൻകുട്ടി അദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. കാരണം അപ്പോൾ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു വിശ്വാസി ചെയ്യേണ്ടത് ഇതാണോ? അല്ല, അതിനപ്പുറത്ത് ഈ മക്കൾ വഴി എനിക്ക് സ്വർഗം നേടാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ മക്കൾ വഴി എനിക്ക് സ്വർഗം നേടിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിന് വേണ്ട പണി എന്താണോ ആ പണി ഞാൻ എടുത്തേ പറ്റൂ. അതിനെന്താ വേണ്ടത്? എന്റെ വീട് ഇസ്ലാമികമായി മാറണം, ഇസ്ലാമിക ഭവനമായി എന്റെ വീടിനെ മാറ്റാൻ തയ്യാറാവണം. ഞാൻ എന്റെ അനുഭവം വെച്ച് പറയാം. ഇപ്പൊ നിങ്ങൾ രക്ഷിതാക്കളൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? SSLCക്ക് പഠിക്കുന്ന ഒരു കുട്ടിയെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള വലിയ ആഗ്രഹം ഫുൾ A+ നേടി അവൻ പാസ്സാവണം, അല്ലേ? ഇതിൽ ഇപ്പൊന്ന് റാങ്ക് ഒന്നുമില്ലല്ലോ. മാക്സിമം ഒരു കുട്ടിക്ക് നേടാൻ കഴിയുന്നത് ഫുൾ A+ ആണ്. ഞാൻ എന്നെ പൊക്കി പറയല്ല, SSLCക്കാവട്ടെ +2-നാകട്ടെ രണ്ടിനും ഫുൾ A+ നേടിയ ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗിന്റെ മാന്യമായ റാങ്ക് വാങ്ങി കേരളത്തിലെ പ്രശസ്തമായ ക്യാമ്പസിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അതിന്റെ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ് 8 വർഷത്തോളമായി എഞ്ചിനീയറിംഗ് കോളേജിൽ ജോലി ചെയ്യുന്ന ഇന്ന് ഏതാനും 1-2 വർഷങ്ങൾക്കുള്ളിൽ എന്റെ ഗവേഷണവും പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നാൽ ഈ പല ഘട്ടങ്ങൾ കടന്നുപോയിട്ടും ഞാൻ അനുഭവിക്കാത്ത ഒരു സന്തോഷം ഞാൻ എന്റെ വീട്ടിൽ അനുഭവിച്ചത് +2-ൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായി മിമ്പറിൽ കയറിയ സമയത്താണ്. ഞാൻ ഇന്ന് ഓർക്കാം, ഞാൻ ആദ്യമായി രണ്ടത്താണിയിലെ തോടന്നൂർ പള്ളിയിൽ മിമ്പറിൽ കയറി ഖുതുബ നിർവഹിച്ച് വീട്ടിൽ തിരിച്ചെത്തിയപ്പോ എന്റെ ഉമ്മ വീട്ടിൽ ബിരിയാണി വെച്ച് തറവാട്ടിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ച രംഗം ഇന്നും എന്റെ മനസ്സിലുണ്ട്. ഫുൾ A+ നേടിയ കാലത്ത് അങ്ങനെ ഒരു സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് എന്താ തോന്നുക? എനിക്ക് ഏറ്റവും വേണ്ടത് ദീനാണ്, എനിക്ക് ഏറ്റവും വേണ്ടത് ദീനാണെന്ന ചിന്ത എന്റെ മനസ്സിൽ അറിയാതെ രൂപപ്പെടും. അതിന് നമ്മൾ എന്താ ചെയ്തത്? എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ MSMന്റെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോ അവൻ എന്നോട് പറഞ്ഞു, സാറേ എന്റെ വാപ്പാനൊന്ന് വിളിക്കണം. നിങ്ങൾക്ക് അറിയാടാ, ഞാൻ വാപ്പാനെ വിളിച്ചു. വാപ്പനോട് പറഞ്ഞ മറുപടി എന്താ അറിയോ? ഞാൻ അവരെ പറഞ്ഞത് എഞ്ചിനീയർ ആക്കാനാ, അല്ല ഉസ്താദ് ആക്കാനല്ല. ഞാൻ പറഞ്ഞു ശരി.
ഞാൻ ഫോൺ വിളിച്ചു. ഒരു വർഷം കഴിഞ്ഞ് ആ വാപ്പന്റെ അടുത്ത് വന്ന് സാറ് പഠിക്കണില്ല എന്നാ പറയണത്. ഞാൻ അവനെ വിളിച്ചു, സംസാരിച്ചു. പിടുത്തം വിട്ട ലഹരിയുടെ കണ്ണിയിലെ പ്രധാനപ്പെട്ട ഒരാളായി മാറി. എന്താ കാരണം? പഠനം ഇങ്ങനെ നടക്കും, അതിൻ്റെ ഇടക്ക് വേറെ ഒരു രംഗവുമില്ലാത്ത ഒരു ലോകത്തിലൂടെ കടന്നു പോകുന്ന ഇന്നത്തെ ക്യാമ്പസുകളുടെ പിന്നാമ്പുറം. ഇവിടെ കുട്ടികൾ ഇല്ലെങ്കിൽ കുറെ കാര്യം പറയാൻ കഴിയും. ക്യാമ്പസിന്റെ പരിസരങ്ങളിൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് മായ്ക്കാൻ ഉപയോഗിക്കുന്ന വൈറ്റ്നർ വാസനിക്കുന്ന മക്കൾ, പൈ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന പശ വാസനിക്കുന്ന വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ എനിക്ക് പരിചയമുണ്ട്. പശ വാസനിച്ചിട്ട് ലഹരി നേടുക, അവിടെ എത്തി കേരളത്തിലെ ക്യാമ്പസുകൾ. അതിനപ്പുറമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം. ഞാൻ ഈ അടുത്തൊരു കുട്ടിയെ കൗൺസിലിംഗ് ചെയ്ത് കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് അവൻ എങ്ങനെ പറഞ്ഞിട്ട് മുസ്ലിമായ സുഹൃത്ത് ഏതോ ഒരു ഹൈന്ദവ കുടുംബത്തിൽ വന്ന ഒരു പെൺകുട്ടിയുടെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിച്ച് അല്ല, 5-6 ദിവസം സ്വന്തമായി ജീവിച്ചു അവർ വീട്ടുകാരറിയാതെ. ഞാൻ അവരോട് സംസാരിച്ചു. ഓനൊരൊറ്റ കാര്യം പറഞ്ഞു, ഇന്നേ വരെ സാറേ എന്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒരു സ്നേഹം ഇവൾ എനിക്ക് നൽകി. ഞാൻ അവന്റെ ഉമ്മാനെ കുറിച്ച് സംസാരിച്ചു. ഉമ്മയോടും സംസാരിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, ശരിയാണ് സാറേ, ജോലിന്റെ ഇടയിൽ ഓനെ ഞാൻ നോക്കാനൊന്നും എനിക്ക് നേരം കിട്ടിയിട്ടില്ല. 1ാം ക്ലാസ് മുതൽ അവൻ ഹോസ്റ്റലിലാണ് പഠിക്കണത്. പല രൂപത്തിൽ കിൻഡർ ഗാർഡനുകളും അങ്ങനെ വന്നു. അവനെ ഒന്ന് ലാളിക്കാനോ വാത്സല്യത്തോടുകൂടി ഇടപെടാനോ ഉള്ള സമയം കിട്ടിയില്ല. അവരിപ്പോ വെക്കേഷനിൽ വീട്ടിൽ വന്നാൽ ഭക്ഷണം കഴിക്കും, റൂമിൽ പോയി കിടന്നുറങ്ങും. ഇതാണ് അവന്റെ ജീവിതം. ഇങ്ങനെയുള്ള ജീവിതങ്ങൾ നയിക്കുന്ന കുട്ടികളിൽ ഇതിനപ്പുറമൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നമ്മൾ ദീനീപരമായ സാഹചര്യം കൊണ്ടുവരണം. അതിനെന്തു വേണം? ഒന്നാമത്തത് നമ്മളാണ് റോൾ മോഡൽ. എന്റെ മകൻ എന്നെ നോക്കി പറയണം, വാപ്പ നിങ്ങളെപ്പോലാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉമ്മാനെ നോക്കിയിട്ട് പറയണം, ഉമ്മ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ബഹുഭൂരിഭാഗം കുട്ടികളും പറയില്ല വാപ്പാനെ പോലാണെന്ന്. ആരായാലും പറയില്ല വാപ്പാനെ പോലെ ആണെന്ന് പറയാം. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. എന്താ കാരണം? വാപ്പ മക്കൾക്ക് മാതൃകയല്ല. അതെല്ലാ രംഗത്തും അങ്ങനെയാണ്. കുത്തുബ പറയുന്ന ഖത്തീബുമാർക്ക് സ്വന്തം നാട്ടിൽ കുത്തു പറയാൻ പേടിയാ. കാരണം എന്താ? മൂപ്പര് കുത്തു പറഞ്ഞിട്ട് രാവിലെ സുബീക്ക് പള്ളിയിൽ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയാവണം. ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഏതൊരു കുഞ്ഞും ഏറ്റവും കൂടുതൽ മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്നത് സ്വന്തം വാപ്പയെയും ഉമ്മയെയുമാണ്. നമ്മുടെ ഓരോ ചലനങ്ങളും കുട്ടികൾ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഓരോ കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ചു. നമ്മൾ വീട്ടിലുണ്ടാകുന്ന പിരിവുകാരം വരുമ്പോ വാപ്പ അടുത്തത് പറയും, മോനെ എപ്പോ ഇവിടെ ഇല്ല, പുറത്തേക്ക് പോയതെന്ന് പറഞ്ഞേക്ക്. ഇത് മോൻ കേട്ട് മോൻ അവിടെ പോയി സമർത്ഥമായി പറഞ്ഞ് തിരിച്ചു വരിക. നിങ്ങൾ മോനെ അറിയാതെ പഠിപ്പിച്ചു. ഇങ്ങനെ കളവ് പറഞ്ഞ ഇടക്കൊക്കെ രക്ഷപ്പെടാം. പഠിപ്പിച്ചത് നിങ്ങളാ. ഇപ്പൊ വാപ്പ കൊണ്ടുവന്ന വാപ്പക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്ലോക്ക് ചുമരുമ്പോ ഇങ്ങനെ തൂക്കിയിട്ടതാ. ഉമ്മ എന്താണ് അവിടുത്തെ മാറാല തട്ടണിന്റെ ഇടയിൽ ഉമ്മാന്റെ കൈ തട്ടിയിട്ട് ക്ലോക്ക് വീണ് പൊട്ടിപ്പോയി. ഉമ്മ പറഞ്ഞു, മോനെ വാപ്പ വന്ന പൂച്ച തട്ടിയിട്ടതാണെന്ന് പറയണം. വാപ്പ വന്നു. ഉടനെ തന്നെ വാപ്പ ഒരു പൂച്ച അങ്ങോട്ട് ചാടി അവിടെ നിന്നിട്ട് തിരിച്ചു പോരുമ്പോ ആ പൂച്ചന്റെ കാല് തട്ടിയിട്ട് ക്ലോക്ക് താഴെ വീണ് പൊട്ടിപ്പോയി. അടുക്കളയിൽ നിന്ന് ഉമ്മ, എത്ര സമർത്ഥമായിട്ടാണ് എന്റെ മോനെ രക്ഷപ്പെടുത്തിയത്. പക്ഷെ അവിടെ ഒരു കാര്യം ഉമ്മ മോനെ പഠിപ്പിച്ചു, തെറ്റ് ചെയ്ത കളവ് പറഞ്ഞ് ഞങ്ങൾക്ക് രക്ഷപ്പെടാം. പഠിപ്പിച്ചത് ഉമ്മയാണ്. ഓരോന്നും ഇപ്പൊ നിങ്ങളുടെ ഉമ്മമാരെ കുറിച്ച് പറയും, നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ വീട്ടിലുണ്ട്. അപ്പോ നിങ്ങളെന്തോ ഒരു കാര്യം പുറത്തിങ്ങനെ അലക്കി അതിങ്ങനെ വിരിച്ചോണ്ടിരിക്കുക. അതിനിടയിൽ മഴക്കാർ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങളെ ഉമ്മ പറയാ, മോളെ ആ പുറത്തുള്ള ആ വിറകൊക്കെ എടുത്തൊന്ന് അത് കൊണ്ടുവച്ച് അത് അല്ലെങ്കിൽ നനഞ്ഞു പോലെ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പണി എടുക്കണതിന്റെ ഇടയിൽ കൂടി ഉമ്മ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ തല ഇങ്ങനെ ചോദിച്ചു, ഞാൻ ഈ ചെയ്യലിന്റെ ഇടയിൽ കൂടി ഇത് സിറ്റ് ഔട്ടിൽ ഇരിക്കണ മോൻ കാണും, നിങ്ങൾ തലയെ ചോദിച്ചത് നാളെ ആ മകൻ നിങ്ങളെ തള്ളേന്ന് വിളിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഭാര്യയും ഭർത്താവുമായി നിങ്ങൾ ജീവിക്കുന്ന സമയത്ത്
പരസ്പരം നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിങ്ങൾ അത് മക്കളുടെ മുന്നിൽ കാണിക്കരുത്. നിങ്ങൾ റൂമിന്റെ ഉള്ളിൽ തലക്കും വലക്കും പറഞ്ഞോളി, കാരണം മക്കൾ അത് കാണാൻ പാടില്ല. അതാ നിങ്ങളുടെ ഓരോ രംഗങ്ങളും കൃത്യമായി മക്കൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. നമസ്കാരത്തിന്റെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ സ്ത്രീകള്, ഉമ്മമാര്, ഭൂരിഭാഗം വീട്ടിൽ ഉമ്മമാരെ എങ്ങനെ അറിയാം? ഇപ്പൊ ഏകദേശം 3:50 4 മണിയോ അസർവാൻ കൊടുക്കാൻ, 3:30 മണിക്ക് റുബർ, 4 മണിക്ക് അസർ അല്ലേ? അടുക്കളത്തെ പണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെയാണ് നിസ്കാരം. അപ്പൊ ഇതെന്താ, ഇത് തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അങ്ങനെ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കൂല എന്ന അഭിപ്രായമില്ല. പക്ഷേ ഇത് കാണുന്ന മക്കൾക്ക് ഇതൊരു പ്രാധാന്യമുള്ള വിഷയമായിട്ട് തോന്നൂല. നിങ്ങളെ ന്യായം എന്താ? അടുക്കളയത്തെ കരി പോകെ ഒന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് 4 റക്അത്ത് നിസ്കരിച്ചു പോലെ ഒരു പണിയില്ലല്ലോ. കാരണം ആ ഗ്യാസ് ഓഫ് ചെയ്ത് നമസ്കരിക്കാൻ പോകുമ്പോ ആ ഉമ്മക്ക് പറയാ, മോനെ നമസ്കരിക്കാൻ പോവാ, മോൻ പള്ളിയിൽ പോയി വാ. ആ നേരത്ത് വാപ്പ സിറ്റ് ഔട്ടിൽ കാല് നീട്ടി പേപ്പർ വായിച്ചിരുന്ന ചെറിയൊരു ഊരന്റെ വേദന. ഇത് മോനെ കാണും, വാപ്പാക്ക് വേണ്ടാത്ത സൗഗന്ധിന മോൻ ചിന്തിക്കൂലേ? അവിടെയാണ് ഓരോ കാര്യങ്ങളും മക്കൾ നമ്മളിങ്ങനെ നോക്കുക. ആ മക്കളുടെ മുന്നിൽ നമുക്ക് എന്ത് കാണിച്ചു കൊടുക്കാനുണ്ട്? അപ്പൊ നോക്കൂ നിങ്ങൾ, ഞാൻ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഒരു പേടിക്കുന്ന അവസ്ഥക്കൊന്നുമല്ല. നമ്മുടെ മക്കൾ കോളേജിൽ പഠിക്കുന്ന ബഹുഭൂരിഭാഗം കുട്ടികളും നമസ്കരിക്കാറില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് എന്നെ എതിർത്താലും ശരി, നമസ്കരിക്കാറില്ല. ഉച്ചക്ക് അവർക്ക് അസൈൻമെന്റും സെമിനാറും എഴുതാനുണ്ടാവും, അപ്പൊ നമസ്കാരം മാറ്റിവെക്കാം. വൈകുന്നേരം സിനിമക്ക് പോകാം, കളിക്കാൻ പോകാം, അപ്പൊ അസർ നമസ്കാരം മാറ്റിവെക്കും. ഭൂരിഭാഗം കുട്ടികൾ നിസ്കരിക്കില്ല. ഇനി ഇത് നിങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളെ വിളിക്കുമല്ലോ, എന്തൊക്കെ നിങ്ങൾ മക്കളോട് ചോദിക്കുക? എല്ലാ രക്ഷിതാക്കളും 2 ചോദ്യം ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യം, പരീക്ഷയുടെ റിസൾട്ട് വന്നോ? രണ്ടാമത്തെ ചോദ്യം, ഭക്ഷണം കഴിച്ചോ? നിങ്ങൾ ഇന്നേ വരെ ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് മോനെ നമസ്കരിച്ചോ എന്ന് ചോദിച്ചോ? ഇല്ല. അതിന് നമ്മുടെ മനസ്സ് നമ്മൾ അനുവദിക്കണില്ല. നമ്മുടെ മോനൊരു 3-4 ദിവസത്തെ ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരിക. രാത്രി ഒരു 12:30 1 മണിക്കാവും വന്നത്. നിങ്ങൾ വാതിൽ തുറന്നു കൊടുത്തു, റൂമിൽ പോയി കിടന്നുറങ്ങി. രാവിലെ സുബീന്റെ സമയത്ത് ഒരു 5 മണിക്ക് വാപ്പ ചെന്ന് വാതിൽ മുട്ടി. നിങ്ങൾ ഉമ്മമാരെന്താ പറയാ? 2-3 ദിവസമായില്ലേ, ഭയങ്കര ക്ഷീണവും, കിടന്നോട്ടെ. പക്ഷെ അതേ നിങ്ങൾ 9 മണിക്ക് മോനെ വിളിക്കും, മോനെ ചായ കുടിക്കട്ടെ. അവിടെ പ്രശ്നം. ഇതുപോലെ ഒരു വിളി വിളിച്ച് ആ മകനോട് നമസ്കരിക്കാൻ പറയാൻ ഉമ്മക്ക് സാധിക്കാതെ പോയി. അവർ നമ്മുടെ വീട്ടിൽ അത്തരം ഒരു സാഹചര്യം കടന്നു വരുന്നേയില്ല. ഇപ്പൊ ഖുർആൻ പറയട്ടെ, ഇപ്പൊ എന്റെ ഉമ്മൊക്കെ പറയണേ കേട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ചെറുപ്പത്തിൽ കോളേജ് വിട്ട് അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വീട്ടിൽ വന്നാൽ ചോറ് തിന്നണമെങ്കിൽ ഖുർആൻ ഓതണം. നിങ്ങൾ ആലോചിച്ചു, നിങ്ങളെ മോൻ ഇങ്ങനെ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ മോനെ ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ ചോറ് തരില്ല. മോൻ എന്താ പറയാ? ചോറ് വേണ്ടാറില്ല. എന്താ കാരണം? അന്ന് ഉമ്മ മുസല്ലയിൽ ഓതുക. ഇന്ന് ഉമ്മ എന്തൊക്കെ സീരിയൽ ഉണ്ടോ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുക. അതിന്റെ ഇടയിൽ കൂടി മോനോട് ഖുർആൻ ഓതാൻ പറഞ്ഞു, ഒരു മോനും ഓതൂല. ഞാൻ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് 3-ാം ക്ലാസ് പഠിക്കുമ്പോ ഖുർആൻ ഓതിയിട്ട് തെറ്റി കൈ അടി കിട്ടിയിട്ട് കൈ ഇങ്ങനെ ചോന്ന്, ആ ചോന്ന കയ്യുമായിട്ട് നാളെ ഉസ്താദിനെ ഉമ്മ ഒന്ന് ചീത്ത പറയണമെന്ന് ഞാൻ ചുമ്മാനിപ്പാനും കൊണ്ടേ കാണിച്ചു കൊടുത്തപ്പോ അത് ഒഴിഞ്ഞു തന്നിട്ട് ഖുർആൻ ഊതി തന്ന് ഖുർആൻ പഠിപ്പിച്ച് നാളെ ഉഷാറായിട്ട് ഓതണം എന്നാ പറഞ്ഞത്. നമ്മളെ മോനെ കയ്യും എന്താ പറയാ, കയ്യൊക്കെ ഇങ്ങനെ ചോദ്യം വന്ന് നമ്മളെന്താ പറയാ, നമ്മളെ വീട്ടിൽ ചെലവിൽ വരുന്ന മുമ്പിൽ ഇങ്ങോട്ട് വരുന്ന ബാക്കി അപ്പൊ പറയാൻ പറയാം. അവിടെ പ്രശ്നം. അപ്പൊ അവിടെ ഒരു മാറ്റം നമുക്ക് വരുത്താൻ നമുക്ക് സാധിക്കുമോ എങ്കിൽ നമ്മുടെ മക്കളെ തിരിച്ചു. ഇപ്പൊ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് മക്കളോട് പറയാ, മോനെ വാപ്പ അല്ലെങ്കിൽ ഉമ്മ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ മരിക്കും. നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നിന്റെ പേര് പറഞ്ഞോളൂ. മരിച്ചു കഴിഞ്ഞാൽ ഉമ്മക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ നിനക്ക് കഴിയോ? എന്റെ നാട്ടിൽ MBBS പൂർത്തിയാക്കി ജനറൽ മെഡിസിനിൽ MD കഴിഞ്ഞ് ഉന്നതമായ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറായി ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തിന്റെ വാപ്പ ഒരു അപകടത്തിൽ മരണപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാവരും ഓടിയെത്തി. എല്ലാവരും അതിന്റെ ശേഷക്രിയകളൊക്കെ ചെയ്ത് മയ്യത്ത് നമസ്കാരത്തിന്റെ ഒരു ഏകദേശം 1 മണിക്കൂർ മുന്നേ ഇവൻ എൻ്റെ അടുത്ത് വന്നു.
മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന എഴുതി തരണം. ഞാൻ എഴുതി കൊടുത്തു. എനിക്ക് ഉറപ്പാ വാപ്പ മരിച്ചു കിടക്കുമ്പോ ഏതെങ്കിലും ഒരു മോൻ പ്രാർത്ഥന പഠിക്കാൻ കഴിയുമോ? അങ്ങനെ അന്ന് ഞാനാണ് ആ പള്ളിയിൽ ഇങ്ങനെ അനൗൺസ് ചെയ്തത്, ഇദ്ദേഹത്തിന് എന്തെങ്കിലും ബാധ്യതകളുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്താൽ വിട്ടു കൊടുക്കണം, അല്ലെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു നമസ്കാരത്തിന് ഇദ്ദേഹത്തിന്റെ മകൻ നേതൃത്വം നൽകി. മോനിങ്ങനെ മയ്യത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കുറച്ചു നേരം നിന്നു, മെല്ലെ ബാക്കിൽ കയറി എന്നെ ഉത്തരി നിൽക്കാൻ പറഞ്ഞു. സ്വന്തം വാപ്പക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ കഴിയാത്ത ഒരു ഡോക്ടർ. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുന്നതൊക്കെ എന്നെ പറ്റി പറയും. ഞാനിത് നിങ്ങൾക്കൊരു നമുക്കെങ്കിലും ഒരു മാറ്റത്തിന്, ഒരു ഡോക്ടറായിട്ട് ഒരു വാപ്പയെ സംബന്ധിച്ചിടത്തോളം ആ വാപ്പയുടെ പിന്നിൽ നിന്ന് ആത്മാർത്ഥമായി നമസ്കരിക്കാൻ ഏറ്റവും കൂടുതൽ കഴിയ മോന. ആ മോന് നിസ്കാരം അറിയില്ല, അല്ലെങ്കിൽ പ്രാർത്ഥന അറിയില്ല. എന്താ പോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വളർത്തി വലുതാക്കിയ മക്കൾ നമുക്ക് ഉപകരിക്കാത്ത ഒരവസ്ഥയിൽ വന്നാൽ എന്ത് ചെയ്തിട്ടെന്താ ആലോചിക്കണ്ടേ നമ്മൾ? അവിടെ നമ്മൾ നമ്മുടെ മക്കൾക്ക് ദീനി ഇമ്പമാകുന്ന ഒരു തരത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദീന. ഇന്നിപ്പോ ലോക്ക്ഡൌൺ ഒരു പണിയില്ല നമ്മുടെ മക്കൾക്ക്. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക എത്ര മക്കൾ അവിടെ ഉള്ളത്? ഒരു പണിയില്ലല്ലോ. എത്ര ആളുകളെ ഈ ഒരു വേദിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്, സാധിക്കാതെ പോകുന്നു. അവിടെ നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിച്ചേ പറ്റൂ. നമ്മുടെ വീട്ടിൽ അത്തരത്തിലൊരു സാഹചര്യം വേണം. ലോക്ക്ഡൌണിന്റെ സമയത്ത് വല്ലാത്ത ഒരു മരവിപ്പ് നമ്മൾ അനുഭവിച്ചല്ലോ. അതൊക്കെ മാറി എല്ലാം സന്തോഷകരമായ ഒരു അവസ്ഥയ്ക്ക് വന്നു. അങ്ങാടികളൊക്കെ തിരക്കാ, ഭയങ്കര തിരക്കാ. പുറത്തിറങ്ങാൻ വയ്യ, റോഡുകളിലൊക്കെ വാഹനങ്ങൾ ബ്ലോക്കാ. അടച്ചതൊക്കെ തുറന്നിട്ടും ആളില്ലാത്തത് പള്ളി മാത്രം. തുറന്നിട്ടും ആളില്ലാത്തത് പള്ളിയിൽ മാത്രം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ എത്തുമ്പോ തൊട്ടപ്പുറത്തെ കട തുറന്നിങ്ങനെ ഇരിക്കുക. ഞാൻ ചോദിച്ചു, ഈ വെള്ളിയാഴ്ചക്ക് ടോക്കല്ല കാത്തിരിക്കുക നമ്മള്. ഞാൻ പ്രോട്ടോകോൾ പാലിക്കണമെന്നല്ല പറഞ്ഞത്, പക്ഷേ ആ രംഗത്ത് നിന്ന് അറിയാതെ നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു. തിരൂരിലെ പള്ളി, നമ്മൾ ഈ അടുത്ത് എം എം അക്ബർ സാഹിബിന്റെ സംവാദം നടന്നല്ലോ. സംവാദം നടന്ന് പിറ്റത്തെ വെള്ളിയാഴ്ച തിരൂരിൽ പയ്യരങ്ങാടി പള്ളിയിൽ ഞാൻ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചു. ഖുതുബ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ഏകദേശം ഒരു 10-15 ചെറുപ്പക്കാർ വന്നിട്ട് നമുക്കൊന്ന് സംസാരിക്കണം. എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയോ? ഇങ്ങനത്തെ കുറച്ച് വിഷയങ്ങൾ സംസാരിക്കണം. ഞാൻ ഓരോരുത്തർ ആദ്യം പരിചയപ്പെട്ടു. എല്ലാം നല്ല നിലവാരത്തിൽ പഠിച്ച മക്കളാണ്. മുജാഹിദ് തറവാട്ടിൽ നിന്ന് കടന്നു വന്ന ആളുകളാ. പോണ പോക്കോ ഒന്നുകൂടി പറയാ, നമ്മൾ മാത്രമുള്ള ഒരു സദസ്സാണുള്ളത്. എം എം അക്ബർ സാഹിബുമായിട്ട് സംവാദം നടത്തിയ ആളാരാന്നറിയോ? ഈ ജബ്ബാർ മാഷ് എന്ന് പറയുന്ന ആള് മുജാഹിദ് ആദർശ തറവാട്ടിലെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപദേശക സമിതിയുടെ മെമ്പറായിരുന്ന ഇസ്ഹാഖ് മൗലവിയുടെ പങ്ങള മോന. എനിക്ക് ആ കുടുംബമായിട്ടേറെ ബന്ധമുണ്ട്. ഞാൻ പറയുന്നത് മുജാഹിദ് തറവാട്ടുന്ന ആദർശ വൈദ്യുതത്തിന്റെ നിരീശ്വരവാദത്തിന്റെ മേഖലകളിലേക്ക് കടന്നു പോകുന്ന കാരണം വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ദീനോട്ട് പോയി. വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ദീന് പോയി. MSMന്റെ ഒരു പരിപാടിക്ക് പോയി. 10 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞ ഒരു MSMന്റെ പ്രവർത്തകൻ ഞങ്ങളോട് ഒരു അനുഭവം പറഞ്ഞു. എന്താ 10 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞ് പിറ്റത്തെ കൊല്ലം 10 ദിവസത്തെ ക്യാമ്പിന് സാധാരണ SSLC പഠിച്ച കുട്ടികളെ മാത്രമാണ് ആ ക്യാമ്പിൽ വിളിക്കുക. ആ ക്യാമ്പിൽ വന്നപ്പോ എല്ലാ ദിവസവും രാവിലെ സുബഹിക്ക് എഴുന്നേൽക്കണം. സുബഹി നമസ്കരിച്ച അവസാനത്തെ ദിവസം ഞങ്ങൾ പറയും, നാളെ മുതൽ ഒരാളും വിളിക്കാണ്ടാവില്ല, നിങ്ങൾ സ്വയം എഴുന്നേൽക്കണം. അങ്ങനെ ഇപ്പം വീട്ടിൽ പോയി. ഇപ്പം പറയാ അവർ 5-5:30 മണിക്ക് ഞാൻ എന്ത് ചെയ്തു, റൂമിൽ ലൈറ്റ് എനിക്ക് ആകെ പേടിയായി. മൊത്തം ഇരുട്ട്, വാപ്പി നീക്കണില്ല, ഉമ്മില്ല, ആരുമില്ല. ഇവൻ വാപ്പാന്റെ റൂമിനെടുത്ത് നിന്നിട്ട് ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്തു. വാപ്പ എഴുന്നേറ്റപ്പോ വാപ്പാനോട് പറഞ്ഞു, നിങ്ങളാണ് എന്നെ MSMനെ പറഞ്ഞിട്ട് ഒരാ രസകരമായിട്ടാ പറഞ്ഞത്, നിങ്ങൾ ഇന്ന പള്ളിക്കൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കിടന്നുറങ്ങാൻ പറ്റൂല, പോരണമെന്നാണ്. അപ്പൊ ബാപ്പാനെ കൂട്ടി പോയിന്നാ ഞാൻ പറഞ്ഞത്. ഇതാണ് വീട്ടിലെ കോലം. ഈ കോലത്തിൽ വളരുന്ന മക്കൾ എവിടെ പോയാൽ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? അപ്പൊ അതുകൊണ്ട് അവർക്ക് മുന്നിൽ കൃത്യമായ ദീനീപരമായ ഔന്നിത്യ ബോധം പഠിപ്പിക്കുക മാത്രമാണ് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നത്. നന്മകളൊക്കെ പ്രോത്സാഹിപ്പിക്കണം, നന്മകൾ മുഴുവൻ പ്രോത്സാഹിപ്പിക്കണം, തിന്മകൾ മുഴുവൻ എതിർക്കണം.
ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയപ്പോ ആ വീട്ടിൽ ഡൈനിങ് ഹാളിൽ ബോർഡ്, ബാങ്കിന്റെ സമയം, ഇഖാമത്തിന്റെ സമയം, പള്ളിക്കലല്ല, ഒരു വീട്ടിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ ഉമ്മയും മക്കളും നിസ്കരിക്കുന്ന സമയമാണ്. ആ നേരത്തെ നിസ്കരിക്കും. പിന്നെ ഒരു സമയം മാറ്റണ പ്രശ്നമല്ല. ആ ഒരു കുടുംബത്തിൽ റഹ്മത്തിന്റെ മലക്കളുടെ സാന്നിധ്യമുള്ള വീടാണത്. ആ വീട്ടിൽ പ്രിയപ്പെട്ടവരെ വളരുന്ന മക്കൾ ദീനീപരമായ വഴികളിലൂടെ മാത്രമേ വളരൂ. എത്ര ചെറിയ നന്മയാണെങ്കിലും അത് അംഗീകരിച്ചേ പറ്റൂ. തിന്മ അത് എത്ര ചെറുതാണെങ്കിലും അവനെ തടഞ്ഞേ പറ്റൂ. എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നമസ്കാരം കഴിഞ്ഞു സലാം കിട്ടിയ ഉടനെ ഒരു സഹാബി വിട്ടുകൂടുക. അബൂ ദുജാന പറയുന്നു, രണ്ടാമത്തെ ദിവസം കൂടി മൂന്നാമത്തെ ദിവസം കൂടി റസൂലുള്ളാഹി വിളിച്ചു വിടുക, പ്രാർത്ഥനകൾ നിർവഹിച്ച് പ്രതിഫലം വാങ്ങിയിട്ട് പോലെ. അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, ഓടുന്ന സമയത്ത് മനസ്സിൽ പ്രാർത്ഥനയാണ്. പക്ഷേ 2 ദിവസം മുമ്പ് ഞാൻ എന്റെ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥനകളെല്ലാം നിർവഹിച്ചു ഞാൻ എന്റെ വീട്ടിൽ എത്തിയപ്പോഴേക്ക് എന്റെ 2 ആൺകുട്ടികൾ എഴുന്നേറ്റിരുന്നു. അവർ മുറ്റത്തേക്ക് ഇറങ്ങി. അയൽവാസികളുടെ വീട്ടിലെ ഈത്തപ്പന മരത്തിൽ നിന്നും എന്റെ മുറ്റത്തേക്ക് പോണ ഈത്തപ്പഴം അടിവരിടുക. അയൽവാസിയുടെ വീട്ടിലെ ഈത്തപ്പന മരത്തിൽ നിന്നും എന്റെ മുറ്റത്തേക്ക് പോണ ഈത്തപ്പഴം അവരുടെ അനുവാദം ചോദിക്കാതെ എന്റെ മക്കൾ എടുത്ത് കഴിക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല റസൂലേ. അതുകൊണ്ട് അവർ ഉണരുന്നതിന് മുമ്പ് ഈ ഈത്തപ്പഴം അവരുടെ പറമ്പിലേക്ക് വലിച്ചെറിയാനാണ് ഞാൻ ഓടുന്നത്. ഈ ചരിത്രം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയതെന്ന് അറിയോ, സുബഹി നമസ്കാരം കഴിഞ്ഞ് നാട്ടിലെ പറമ്പിലെ മാങ്ങ ഒക്കെ പെറുക്കിയിട്ടാണ് നമ്മൾ പോരുക. അതിന്റെ ശരി തെറ്റൊന്നും ഞാൻ പറയണില്ല. പക്ഷേ അതുപോലും സൂക്ഷിക്കണം എന്ന് പഠിപ്പിക്കപ്പെടുന്ന വാപ്പയുടെ മക്കൾ വഴിതെറ്റില്ല. അവർ നന്മയുടെ വഴികളിലൂടെ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയാം. അപ്പൊ നമ്മളൊക്കെ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന ബഹുഭൂരിഭാഗം ആളുകളും, എന്റെ പ്രായത്തിലുള്ള ആളുകളൊക്കെ ചെറുപ്പത്തിൽ ഭക്ഷണം കഴിച്ചത് എങ്ങനെയാ? അമ്പിളിമാമനെ കണ്ടിട്ടാ അല്ലേ? കരഞ്ഞ ഉടനെ അമ്പിളിമാമനെ കാണിച്ചു. ഇന്നോ കരഞ്ഞ ഉടനെ മൊബൈൽ ഫോണാ. ഇത് കിട്ടിയ ആനുകൂല പിന്നോക്കം അത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. ആ കുട്ടികൾ എടുക്കാൻ പോവാ, ആ കുട്ടികൾ എവിടെ എത്തുക? നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അടുക്കളയിൽ എന്റെ മോൻ എന്നെ ധിക്കരിച്ചു പോയി എന്ന് പറയലേ. ആ മോൻ കാണുന്നത് എന്താ? ഏതോ ഒരു ചെക്കൻ ഏതോ ഒരു പെണ്ണിനെ ഫാത്തിമാന്ന് വിളിച്ചു ഓടുന്ന ആ പാട്ട് മൊബൈലിൽ ഇങ്ങനെ കാണുക. അതിലെന്താ? ഔറത്ത് മറക്കാത്ത മാംസളമായ ഉളു നഷ്ടപ്പെടുന്ന രൂപത്തിൽ, ദുർബലപ്പെടുന്ന രൂപത്തിലുള്ള ഫോട്ടോ കാണുമ്പോ മോന് തോന്നുക പോലെ ഒരു ഫാത്തിമാനെ പാടുന്നു. അവിടെ ഒരു മതമില്ല, അവിടെ ഒരു ദീനില്ല, അവിടെ ഒരു സംഘടനയില്ല, പാർട്ടിയില്ല. അങ്ങനെയാണത്. പ്രേമത്തിന് കാലമില്ല. അത് ആരപ്പിച്ചാലും പോകും, അത് ഏത് രൂപത്തിലും പോകും. അതിനെന്ത് വേണം? ഇത് കാണാതിരിക്കണം. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടത്. നമ്മുടെ മക്കളൊക്കെ ഇപ്പൊ ആ ഒരു പരുവത്തിൽ ഇങ്ങനെ വരിക. ഇപ്പൊ അടുത്ത് ഞാൻ ക്ലാസ്, ഞങ്ങളുടെ ഒരു കോളേജിൽ ഒരു ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ കുട്ടികൾ ചെവിന്റെ ഉള്ളിൽ ഏതൊക്കെ പല കോലത്തിലാണോ ബ്ലൂടൂത്ത് ഒന്നും വെച്ചത് ഉണ്ടോന്ന് തന്നെ അറിയില്ല. ക്ലാസ് ടീച്ചർ എടുക്കുക, അപ്പം വേറെ പാട്ടും കേൾക്കുക. അപ്പൊ ആ പാട്ടുകൾ ഇങ്ങനെ ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി എന്താ ഇത് നോക്കിയപ്പോ അതിലുള്ള ഓരോ കാര്യങ്ങൾ ഇവന് അപ്പൊ കേൾക്കണം. എന്താ? ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് എന്റെ കൂടെ പോരുമോ നീ സാധ്യതാണ്. എന്ത്? ഇവിടെ ക്ലാസ് എടുക്കുമ്പോ ഉച്ചയൂട് വാങ്ങിത്തരാം, ഉച്ചപ്പടം കാട്ടിത്തരാം, എന്റെ കൂടെ പോരുമോ നീ. ഇപ്പൊ ക്ലാസ്സിൽ ഇരുന്നിട്ട് കേൾക്കണത്. ഇത് കേൾക്കണ കുട്ടീന്റെ ഞമ്മക്ക് എന്താ അറിയോ, ഇത് നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് അത് കണ്ട വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല, ഒരു വികാരം നമുക്ക് തോന്നില്ല. കാരണം നമ്മൾ ആ കാലം കഴിഞ്ഞു. പക്ഷെ ഈ കുട്ടികൾ അത് കാണുമ്പോൾ പലതും ശരിക്കും ശാരീരികമായ പലതും ചിന്തകളിൽ രൂപപ്പെടും. ഒരു സംശയവും വേണ്ട. ഇപ്പോ ഈ അടുത്ത് കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലേക്ക് ഒരു കുട്ടീനെ കൊണ്ടുവന്നു. ഈ കുട്ടീനോട് എന്ത് പറഞ്ഞാലും കുട്ടി തർക്കുത്തരാ. എന്ത് പറഞ്ഞാലും 3-4 വയസ്സോ പ്രായമുള്ള കുട്ടി എന്ത് പറഞ്ഞാലും തർക്കുത്തരാ. ഡോക്ടർക്ക് എത്ര നോക്കിയിട്ടും മനസ്സിലാവുന്നില്ല. അവസാനം കണ്ടെത്തി ഇവൻ എന്തോ ഒന്ന് സ്ഥിരമായിട്ട് കാണാറുണ്ട്. എന്താണെന്നറിയോ? ഞാൻ അന്നാണ് ആ പരിപാടി യൂട്യൂബിൽ കാണുന്നത്. സൂര്യ ടിവിയിൽ കുട്ടിപ്പട്ടാളം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടത്രേ. ഒരാൾ മുന്നിൽ നിൽക്കും, എന്നിട്ട് കുട്ടികളെ ഇരുത്തിയിട്ട് ഇങ്ങനെ തെറി പറയിപ്പില്ല. ഇത് കാണുന്ന കുട്ടിക്ക് എന്താ തോന്നുന്നു? തർക്കുത്തരം പറയാൻ തോന്നും. ആലോചിക്കണം നമ്മള്.
തൊട്ടിൽ കിടക്കുന്ന കുട്ടികൾ വരെ കാർട്ടൂണിന്റെ വാക്കും പാട്ടൊക്കെ പാടൂലേ. നമുക്ക് ഇങ്ങനെ തോന്നും, എന്താലേ പാട്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി എഴുന്നേറ്റ് നടക്കാൻ പ്രായമാകുമ്പോഴേക്ക് 8 ജുസും മനഃപ്പാഠമാക്കിയത് ചരിത്ര ഗ്രന്ഥത്തിൽ കാണാം. പണ്ടും നമുക്കത് എങ്ങനെ വായിച്ചാലും വിശ്വാസം വരില്ല. ഇപ്പൊ നാട്ടിലൊക്കെ അൽമനാർ അൽഫിത്രൊക്കെ സജീവമായപ്പോ നമുക്ക് തോന്നി ചിലപ്പോൾ നടന്നുകൂടായില്ല. കാരണം തൊട്ടിൽ കിടന്ന് താരാട്ട് പാട്ട് പാടിക്കൊടുക്കുമ്പോ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മയിൽ നിന്ന് തൊട്ടിലിൽ വെച്ച് പോലും ഖുർആനാ കേട്ടത്. ആ ഖുർആനിന്റെ അകത്തളങ്ങളിൽ ഈ കാർട്ടൂണുകളൊക്കെ വരുത്തി വെക്കുന്ന ഈ വിനാശകരമായ സാഹചര്യങ്ങളുണ്ട്. അതിലൊക്കെ ഉള്ള കുട്ടികളുടെ മനസ്സിനെ തന്നെ മൊത്തത്തിൽ മാറ്റിപ്പണിയും. അതുകൊണ്ട് നമ്മൾ പരമാവധി ആ രംഗത്ത് നിയന്ത്രണം. ഞാൻ മുമ്പൊരിക്കൽ ഇവിടെ പറഞ്ഞോണമെന്ന് എനിക്കറിയില്ല. ഞാന് ചെറിയ കുട്ടികൾ മാത്രമുള്ള ഒരു സദസ്സിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ മൈക്ക് വെച്ചിട്ട് ചോദിച്ചു, കുട്ടികൾക്ക് എന്താവാനാണ് ആഗ്രഹം? 1ാമത്തെ സീറ്റിലിരിക്കുന്ന കുട്ടിനോട് പറഞ്ഞ, സാറേ ഇത് ബെൻഡനാണ്. എനിക്കാരാ ഈ ബെൻഡൻ എന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഈ ബെൻഡനെ. ഞാൻ അവനോട് ചോദിച്ചു, ആരാ മോനെ ബെൻഡൻ? എന്നോട് ചോദിച്ചു, ബെൻഡൻ അറിയില്ലട പൊട്ടാ. ഈ നമ്മള് മോശക്കാരെ കുട്ടികളുടെ മുന്നിൽ, കാരണം ബെൻഡൻ എന്ന് പറഞ്ഞ ഒരു മഹാനായ മനുഷ്യനാന്റെ മുന്നിൽ നമ്മുടെ മക്കളൊക്കെ സ്പൈഡർമാനൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതിന്റെ വേണം നമ്മുടെ മക്കൾക്ക്. എന്താ കാരണം? ഈ സ്പൈഡർമാൻ പഠിച്ചു നോക്കുന്ന മൊബൈലിൽ ഒന്നുമല്ല, മൊബൈലിൽ നിന്നാണോ പഠിച്ചത്? അതിനുള്ള വഴി ഒരുക്കി കൊടുത്തത് നമ്മളാണ്. അത് ഓരോ രംഗത്തും. ഇനി ഡ്രസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ കൗമിന്റെ ഡ്രസ്സ് എന്താ? പണ്ടൊക്കെ വില്യം ഹേഗൻ മലബാർ ചരിത്രം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ മലബാറിലുള്ള സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത് എന്താ അറിയോ? നടന്നു പോകുന്ന സമയത്ത് കയ്യിൽ അവർ കുട പിടിക്കുമായിരുന്നു. ആ കുട പിടിച്ചത് വെയിലിൽ നിന്ന് രക്ഷപ്പെടാനോ മഴയിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ല, തന്റെ ശരീരം മറ്റുള്ളവർ കാണരുത് എന്ന് ചിന്തിച്ചിട്ടാണ്. ആ കൊട ആരോ ഒഴിച്ചു കളഞ്ഞത്? ആ മറ ആരാ വേണ്ടെന്ന് വെച്ചത്? നിങ്ങൾ തിരൂര് ബസ് സ്റ്റാൻഡിൽ പോയാൽ അവിടെ ഒരു ഹിന്ദു സഹോദരി വന്ന, ഒരു മുസ്ലിം സഹോദരി വന്ന, ഒരു ക്രിസ്ത്യൻ സഹോദരി വന്ന എല്ലാവർക്കും ചുരിദാറും ഷാളുക. ആരാന്ന് തന്നെ അറിയില്ല. ഇവിടത്തെ എന്താ പറയുക, നമ്മുടെ അഭിമാനം പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോവാ. കോഴിക്കോട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ അവരുടെ യൂണിഫോമുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായി. MSMന്റെ സംസ്ഥാന ഭാരവാഹി എന്നുള്ള നിലക്ക് അന്ന് വിദ്യാർത്ഥി സംഘടനകൾ ഒന്നടങ്കം ആ സ്ഥാപനത്തിലെ മാനേജ്മെന്റുമായി സംസാരിച്ചു. ഞങ്ങളത് അവിടുത്തെ മാനേജറെ കണ്ടു. മാനേജർ പറഞ്ഞ ഒറ്റ മറുപടി, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ കുട്ടികളെ പിൻവലിക്കാം, ഞങ്ങളെ തീരുമാനം മാറ്റൂല. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി രക്ഷിതാക്കളോട് ചോദിച്ചു, ഇവരിങ്ങനെ പറയുന്നത് എന്താ ചെയ്യാ? ഞങ്ങളെ മക്കൾ ഇവിടെ തന്നെ പഠിച്ചോണ്ടേന്നാണ്. ഒരു മുസ്ലിം പോലും ആ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ മഫ്ത ധരിക്കാൻ കഴിയാത്ത സ്ഥാപനത്തിൽ എന്റെ മോള് പഠിക്കൂല എന്ന് തീരുമാനിക്കാൻ തയ്യാറായില്ല. എന്താ ഔന്നിത്യ നമുക്കുള്ളത്? നിങ്ങൾക്കറിയോ, ഇവിടെ ഒരു സമുദായമുണ്ട്, സിഖ് സമുദായം ഇന്ത്യ രാജ്യത്ത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, അദ്ദേഹം സിഖ് മതക്കാരനാണ്. മൻമോഹൻ സിംഗ് ഏതു മനുഷ്യനും, അമേരിക്കയുടെ പ്രസിഡന്റ് അല്ല, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ വന്നാൽ പോലും കൈ കൊടുക്കൂല, എങ്ങനെ നിൽക്കുള്ളൂ. അത് അദ്ദേഹത്തിന്റെ മത. സിഖ് മതക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് പട്ടാളത്തിൽ മിലിറ്ററിയിൽ പോലും സേവനം ലഭിച്ചാൽ, അവിടെ പോലും സർവീസിൽ വന്നാൽ അവരുടെ തലപ്പാവ് അവര് അഴിക്കൂല. ഇന്ത്യയിലെ ഏത് നഗരത്തിൽ, താനാളൂരിൽ പോലും ഹൈവേ പോലീസ് കണ്ടാൽ ഹെൽമെറ്റ് ഇട്ടിലേക്ക് പിടിക്കും. പക്ഷേ സിഖുകാർക്ക് ഹെൽമെറ്റ് ഇടണ്ട. നിങ്ങൾക്ക് അറിയോ അത്? എന്താ കാരണം? ഞങ്ങളെ മത. അത് മാറ്റാൻ ഞങ്ങൾ തയ്യാറല്ല. ഡൽഹി പോലീസിന് താടി വെക്കാൻ പാടില്ല, എന്നാൽ സിഖുകാർക്ക് താടി വെക്കാം. ഇത് ഇന്ത്യയിലുള്ള നിയമമാണ്. ഞാൻ എന്താ പറഞ്ഞതറിയോ? അവരുടെ ദീനിനോട്, അവരുടെ മതത്തോട് അവര് കാണിക്കണ താല്പര്യവും മമതയോധ നമ്മളെ കൂട്ടത്തിൽ നമ്മൾ തന്നെ തയ്യാറാവൂല. പിന്നെന്താ? നമ്മൾ തന്നെ നിൽക്കേണ്ടടുത്ത് നമ്മൾ നിൽക്കൂല. പിന്നെ നമ്മൾ ആരോട് പറയും? എന്റെ കോളേജിൽ ഒരു വിദ്യാർത്ഥിനിയുടെ വാപ്പനെ വിളിച്ചു, സാറേ ഓളെ നിക്കാഹ് കുത്ത് ബംഗൾ നടത്തണം. ഞാൻ ചോദിച്ചു എന്തിനാ? അല്ല, നിങ്ങൾ പഴയൊരു നിക്കാഹ് കുത്തുമ്പോ ഞാൻ കേട്ടിട്ടുണ്ട്, അത് നിങ്ങൾ എന്തായാലും വരണം. ഇവിടെ എനിക്ക് നന്നായിട്ട് അറിയാം, ഇന്നേ വരെ മക്ക ധരിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അവളെ വാപ്പാനോട് ചോദിച്ചു, ഇസ്ലാമിക വസ്ത്രം ധരിക്കുന്ന എനിക്ക് ഉറപ്പുവരാൻ പറ്റുമോ? വാപ്പ ഉടനെ ചോദിച്ചു, ഇസ്ലാമിക വസ്ത്രം എന്നാ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞു, ഞാനായിട്ടൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, മുഖവും മുൻകഴി ഒഴികെയുള്ള വാക്കൊക്കെ മറക്കണം. അപ്പൊ വാപ്പ ചോദിച്ചു, അല്ല അതിപ്പോ ചെക്കന്റെ വീട്ടിൽ കൊണ്ടുവരണതല്ലേ,
അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ടീഷർട്ടും പാൻറ്റും കൊണ്ടെന്ന് നിങ്ങൾ ധരിക്കോ? അത് കുമാഷ കല്യാണത്തിന് വേദിക്കാൻ ഞാൻ വേറെ ആളെ നോക്കാറുണ്ട്. എന്താ കാരണം? പാപ്പാക്ക് ഉറപ്പില്ല. ഞാൻ പറഞ്ഞോടത്ത് മോള് നിൽക്കുമെന്നറിയില്ല. അവിടെ പ്രശ്നം. ഇപ്പൊ നിങ്ങൾ ഒരു 2-3 കൊല്ലം മുമ്പ് വരെ ആലോചിച്ച് സൈഡ് കീറിയ ചുരിദാറിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രസംഗത്തിൽ പറയില്ല. ഇപ്പൊ അതൊക്കെ ഒഴിവാക്കി. അങ്ങനെ എല്ലാവർക്കും സൈഡ് കീറി. ഇപ്പൊ അത് വിഷയം അതിനപ്പുറത്തി. അവിടെ ഒരു അഭിമാനത്തോടു കൂടി ഞാൻ എവിടെ എത്തിയാലും ഞാനിത് വിടില്ല. ഇതിന്റെ ഒക്കെ കോലം എന്താ? ഞാൻ എന്റെ കോളേജിൽ പഠിക്കുന്ന കാലം ഞാൻ പറഞ്ഞല്ലോ, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയം ഞാൻ അവിടുത്തെ ഒരു ഇലക്ഷനിൽ മത്സരിക്കുന്നതിന്റെ ഭാഗമായി പുറത്ത് എന്ത് ചെയ്തു, ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം നടത്തി എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ നടത്തുന്ന സമയമാണ്. ആ സമയത്ത് ക്യാമ്പസിലെ പ്രസംഗം എന്നൊക്കെ പറഞ്ഞ ക്യാമ്പസിൽ ഒരു വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഞാൻ പ്രസംഗം നടത്തി അവസാനിപ്പിച്ച ഉടനെ ഒരു പെൺകുട്ടി കയറി വന്ന് കയ്യേറിയ. ഞാൻ പറഞ്ഞു, സോറി, കഴിയില്ല. അത് കോളേജിൽ കലാപ സമാനമായ പ്രശ്നമായി മാറി. ഒരു കൈ കൊടുക്കാൻ കഴിയുന്നില്ല. എന്തയിത്തമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ്. ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ? ഇതൊരു പ്രശ്നമായത് എന്തുകൊണ്ടാ? എല്ലാവരും കൈ കൊടുക്കും, അതുകൊണ്ടാ പ്രശ്നം. ഇവിടെയാണ് ഇല്ല എനിക്കതിന് കഴിയില്ലെന്നോ എന്റെ മോൻ പറയുന്ന ഒരു അവസ്ഥ എന്തു വരുമോ അവിടെ മാറ്റം വരും. അത് ഇവിടുന്ന് വേണമെന്നറിയോ? വീട്ടിൽ നിന്ന് തുടങ്ങണം. ആ ഒരു രൂപത്തിലേക്ക് കല്യാണത്തിന്റെ അവസരങ്ങൾ വരെ നിങ്ങൾ ആലോചിച്ചു. ഈ അടുത്തൊരു നിക്കാഹിന് വേണ്ടി എത്തുന്ന മുമ്പ് ഒരു ഫോൺ കോൾ. തൽക്കാലം ഇവിടെ വരാതിരിക്കാൻ തന്നെ, ഇവിടെ എന്തൊക്കെ സംഭവിക്കാൻ അറിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഏതായാലും ഇറങ്ങി. ആ വാപ്പാൻ എനിക്ക് എത്ര വേണ്ടപ്പെട്ട ആളാണ്, ഞാൻ കണ്ടുവരും. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒന്നുമില്ല, ഇന്നലെ രാത്രി ഇവിടെ ഒരു സംഭവം ഉണ്ടായി. ഓന്റെ ഫ്രണ്ട്സൊക്കെ കൂടി വന്ന് കുപ്പി പൊട്ടിച്ചപ്പോ വാപ്പ ഒരൊറ്റ അടി മോനെ. കാരണം സ്വന്തം മോനെ അടിക്കാലോ. ഇവന്റെ ഫ്രണ്ട്സ് മുഴുവൻ ചാടി എഴുന്നേറ്റു. ഞങ്ങളുടെ ഫ്രണ്ടിനെ തുടച്ചായ. സ്വന്തം വീട്ടിൽ വന്നിട്ട് വാപ്പാനോട് ചോദിക്കും, ഞങ്ങളുടെ ഫ്രണ്ടിനെ തുടച്ചായ. പോണ കോലാത് കാലത്തിന്റെ ഒരു അവസ്ഥയാണത്. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ. ഞാൻ പറയുന്നത്, ഇവിടെ വരുമ്പോ നിങ്ങളെ കൂടെ നിങ്ങളെ മക്കൾ വേണം. അപ്പോഴേ ഇത് ഉപകരിക്കുള്ളൂ. ഞാൻ പോകുമ്പോ, ഞാൻ എവിടൊക്കെ പോകുമ്പോ എന്റെ പ്രസംഗം മുഴുവൻ കേൾക്കണം. അവിടെ ഞാനും നന്നാവും, ഓനും നന്നാവും. എന്താ കാരണം? ഓന്റെ മുമ്പെന്നാ ഞാൻ രാത്രി നിസ്കരിക്കാൻ പറയണം. ഓൻ ചോദിക്കും, അപ്പൊ നിങ്ങളല്ല പറഞ്ഞത്, നിസ്കരിച്ചൂടെ ചോദിക്കും. അപ്പൊ ഞാനും നന്നാവും, അവിടെ മകനും നന്നാവും. എവിടൊക്കെ ദീനീപരമായ വിഷയങ്ങളിലൊക്കെ നമ്മുടെ മക്കളെ നമ്മൾ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിർബന്ധമായും നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ. അതിനെന്താ ചെയ്യാൻ കഴിയുക? നമ്മൾ ആലോചിക്കണം. ഗൗരവപരമായ ചിന്തകൾ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ വളർത്തി കൊണ്ടുവന്നേ പറ്റൂ. നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നതൊക്കെ ഭൗതിക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ നമ്മുടെ മോനെ ഇംഗ്ലീഷ് വർത്താനം പറയാൻ കുറച്ചൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നല്ല ഇംഗ്ലീഷ് അധ്യാപകനെ തെരഞ്ഞു കണ്ടെത്തൂല നമ്മൾ. എന്നാൽ ഫിഖ്ഹിന് മാർക്ക് കുറഞ്ഞിട്ട് ഒരു ട്യൂഷൻ ഏർപ്പെടുത്തി ഒരു വാപ്പാനെ കാണിച്ചോ? ഒരു വാപ്പാനെ ഇല്ല. എന്താ കാരണം? ഫിഖ്ഹൊക്കെ അത്ര ഗൗരവമുള്ളൂ. ഈ ലോക്ക്ഡൌണിന്റെ കാലത്ത് നിങ്ങൾ മൊബൈൽ ഫോൺ നിങ്ങൾ എടുത്തോളൂ. ഇവിടുത്തെ വിക്ടേഴ്സ് ചാനലിലുള്ള ക്ലാസ് ഉണ്ടല്ലോ, നമ്മളെ റിനേ ടിവിയിലുള്ള ക്ലാസ് ഉണ്ടല്ലോ, മദ്രസയിലുള്ള ക്ലാസ് എത്ര ആളാണ് കേൾക്കുന്നത്? നിങ്ങൾ എത്ര ഉമ്മമാരാണ് മദ്രസയിലെ ക്ലാസ് കേൾക്കണമെന്ന് പറഞ്ഞത്? ഇല്ല. അതെന്താ? അത് നമ്മൾ ആ വിഷയത്തിൽ അത്രയേ നമ്മൾ താല്പര്യം കാണിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ മക്കളിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്നതിൽ എന്താണ് അർത്ഥം? നമ്മൾ നാട് മൊത്തം പിടുത്തം കിട്ടുന്നൊന്നും ചിന്തിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഇന്നും നല്ല ഒരുപാട് സാഹചര്യങ്ങൾ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇമ്മാനുവൽ ജോസഫ് എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ഒരു MBBS ഡോക്ടറുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് ചെറുപ്പത്തിലെ മരണപ്പെട്ടതാണ്. അമ്മയുടെ ലാളനയേറ്റ് വളർന്നു വരുന്ന ഇമ്മാനുവൽ ജോസഫ് MBBS പഠനം പൂർത്തിയാക്കി ലണ്ടനിലെ പ്രശസ്തമായ ഹോസ്പിറ്റലിൽ ക്യാൻസർ വിഭാഗത്തിൽ തലവനായി അദ്ദേഹം ചാർജ് ഏറ്റെടുക്കുന്നു. അന്ന് ക്യാൻസർ ചികിത്സക്ക് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഡോക്ടർ ഇമ്മാനുവൽ ജോസഫ.
അമ്മയാണെങ്കിൽ വീട്ടിൽ ഒറ്റക്കാരുമില്ല. ഇടക്കിടക്ക് അമ്മയുമായി അന്ന് ബന്ധം മുതുക്കാറുണ്ട്. അത് ആഴ്ചയിൽ ഒന്നായി മാറി, മാസത്തിൽ ഒന്നായി മാറി. ഇമ്മാനുവൽ ജോസഫും അമ്മയും തമ്മിലുള്ള ബന്ധം മറ്റുപോയി. കാലമേറെ കഴിഞ്ഞ് ഈ അമ്മക്ക് ക്യാൻസർ ബാധിച്ചു. അന്ന് ക്യാൻസറിനുള്ള ചികിത്സയുള്ള ലണ്ടനിലെ ഈ ഹോസ്പിറ്റലിലേക്ക് അമ്മയെ കൊണ്ടുപോയി. അമ്മയെ അഡ്മിറ്റ് ചെയ്തു. ആ അമ്മയെ അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേഷന് വേണ്ടി കടന്നു വരുന്നത് ഇമ്മാനുവൽ ജോസഫാണ്. ഇമ്മാനുവൽ കടന്നു വരുമ്പോ ചില്ലിന്റെ കൂടെ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിലുള്ള സ്ത്രീയെ കണ്ടു. അത് സ്വന്തം അമ്മയായിരുന്നു. ഇമ്മാനുവൽ ജോസഫ് തൊട്ടപ്പുറത്ത് റൂമിൽ ചെന്നിരുന്നു. സഹപ്രവർത്തകരായ ഡോക്ടർമാർ, നഴ്സുമാർ പറഞ്ഞു, ആ സ്ത്രീ വല്ലാത്തൊരവസ്ഥയിലാണ്, സർ നിങ്ങൾ വരണം. ഇമ്മാനുവൽ ജോസഫ് പരിഗണിക്കുന്നേയില്ല. ഒടുവിൽ ആ ചില്ലിന്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് തൊട്ടപ്പുറത്ത് റൂമിലുള്ള മകന്റെ നേരെ നോക്കി ആ മകന്റെ ടീഷർട്ട് നെഞ്ചോട് ചേർത്ത് ഇമ്മാനുവൽ ജോസഫിന്റെ അമ്മ ഈ ലോകത്തോട് വിടവാണ്. പിൽക്കാലത്ത് ഇമ്മാനുവൽ ജോസഫ് പറഞ്ഞു, ഞാൻ ആ ഓപ്പറേഷന് പോകാതിരുന്നത്, ഓപ്പറേഷൻ ചെയ്തു എന്റെ അമ്മ എങ്ങാനും യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ ഈ ചുക്കിച്ചുളിഞ്ഞ ശരീരമായി കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച് വന്നത് എന്റെ അമ്മയാണെന്നുള്ളത് എന്റെ സ്റ്റാറ്റസിനൊരു പ്രശ്നമാണ്. എന്റെ സ്റ്റാറ്റസിനൊരു പ്രശ്നം. എന്താ ഇമ്മാനുവൽ ജോസഫ് ഇല്ലാതെ പോയത്? ആരാണ് അമ്മ എന്ന പഠനം? ബയോളജി പഠിച്ചു, കെമിസ്ട്രി പഠിച്ചു, MBBS പഠിച്ചു, ഒക്കെ ശരി. അമ്മയാരാണെന്ന് ഇമ്മാനുവൽ പഠിച്ചില്ല. ആ ഉമ്മയാരെന്ന പഠനം അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ലബോറട്ടറിയിലെ കെമിക്കൽസ് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുമ്പോ അതിന്റെ കൂടെ ഉമ്മയെ പഠിപ്പിക്കണം. ഇത് നമ്മളൊക്കെ കുടുംബത്തിലുണ്ട്. ഞാൻ ഈ അടുത്ത് എന്റെ കൂടെ പഠിച്ചൊരു വിദ്യാർത്ഥിയുടെ ഒരു കുട്ടിയെ കൂടെ പഠിച്ച ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ചെന്നപ്പോ ഓന്റെ ഉമ്മ സിറ്റ് ഔട്ടിക്ക് വന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഓന്റെ ഉമ്മ നമ്മളിങ്ങനെ പഴയ തനി മലബാർ ഏറനാടൻ ഭാഷ ഉണ്ടല്ലോ, ആ ഭാഷയിൽ ഇങ്ങനെ സംസാരിച്ചു പോകുമ്പോ നിങ്ങളോട് പോയി ഇരുന്നാണ് ഞങ്ങൾ വർത്താനം പറഞ്ഞു കൊടുത്ത്. കാരണം ഓന്റെ സ്റ്റാറ്റസിന് പ്രശ്ന. ആ ഉമ്മയുടെ വഴിത്തട്ടിലാണ് അവർ വിസർജനം നടത്തിയത്. ആ ഉമ്മയുടെ കല്യാണ ഫോട്ടോ കണ്ട എത്ര സുന്ദരിയായിരുന്നു ഉമ്മ. ആ ഉമ്മയുടെ മുഖം ചുളിഞ്ഞത് നമുക്ക് വേണ്ടിയാണ്. ഉമ്മയാരാണെന്ന് അറിയണമെങ്കിൽ ഉമ്മയില്ലാത്ത അവസ്ഥ വരണം. നമ്മുടെ മക്കളെ ഇരുത്തി ആ വിഷയം പഠിപ്പിച്ച ഒരു പ്രശ്നം ഒരു കുടുംബത്തിലുണ്ടാവില്ല. നമ്മുടെ മക്കൾക്ക് ഉമ്മയാരെന്ന പഠനം അത് കൊടുത്തേ പറ്റൂ. ഞാനിത് അനുഭവത്തിലാണ് പറയണത്. ഞങ്ങൾ MSMന്റെ റിലീജിയസ് സ്കൂളൊക്കെ നടത്തുമ്പോ ആ ക്ലാസ്സിൽ ഇരുത്തി ഉമ്മയാരാണെന്ന് ഒരു രാത്രി 1 മണിക്കൂർ പഠിപ്പിച്ചു കൊടുത്ത കരയും മക്കള്. ഉമ്മാനൊരു തിരിച്ചറിയാൻ കഴിയും. അത് പഠിപ്പിക്കാതെ പോയി എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മോനെ, നീയാണ് ഈ ഉമ്മയുടെ മടിത്തട്ടിലാണ് വളർന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ ഒരു ഉമ്മയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, 13.5 കൊല്ലം നാട് വിട്ട് കശ്മീരിന്റെ വനാന്തരങ്ങളിലൂടെ മലമടക്കുകളിലൂടെ യാത്ര ചെയ്ത് 13.5 കൊല്ലങ്ങൾക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തുമ്പോ രാത്രി 12 മണിക്ക് വിളക്കണക്കാതെ ഭക്ഷണം മേശപ്പുറത്ത് തയ്യാറാക്കി വെച്ച ഒരു ഉമ്മയെ കുറിച്ച് ഉടനെ തന്നെ അദ്ദേഹം ചോദിച്ചു, ഉമ്മ, ഇന്ന് രാത്രി ഞാൻ വരുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? മോനെ, കഴിഞ്ഞ 13.5 കൊല്ലമായി ഉമ്മ നിന്നെ കാത്തിരിക്കുന്നു. നാടുവിട്ട പൊന്ന മോനെ, 13.5 കൊല്ലമായി ഉമ്മ കാത്തിരിക്കുന്നു. എന്ത്? എന്റെ മോൻ വരും. ബാപ്പാര് ചിലപ്പോ എന്തായാലും ഒരു ഭരിക്കണ പോലത്തിലാകും. ബാപ്പാർക്ക് നേരുണ്ടാവില്ല. ബാപ്പാരെ തിരക്കിനിടയിൽ അത് വിട്ടുപോയാലും പ്രിയപ്പെട്ടവരെ ബാപ്പ ചൂടാവുമല്ലോ, പിടുത്തം വിട്ട് പറയല്ലോ. രാത്രിയിൽ ഒരു ഉമ്മ വരും, ഒരു തലോടലുണ്ട്, മോനെ സാരല്ല, ശരിയാവില്ല. അത് പറയാൻ ഈ ലോകത്തൊരു പെണ്ണിന് കഴിയുമെങ്കിൽ അത് ഉമ്മക്ക് മാത്രമാണ്. ഞാൻ ഈ അടുത്ത് ഫേസ്ബുക്കിൽ ഒരു കുട്ടി എഴുതിയൊരു വാദം ഇങ്ങനെ വായിച്ചു. പനിച്ച് മഴ കൊണ്ട് നനഞ്ഞു കുളിച്ച് വീട്ടിലേക്ക് വരുമ്പോ എന്റെ താത്തനോട് പറഞ്ഞു, നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കൂടെ ഞാൻ വരില്ല. എന്റെ കാക്കനോട് പറഞ്ഞു, നിനക്ക് മരുന്ന് വാങ്ങാൻ ഞാൻ നിന്റെ കൂടെ വരില്ല. എന്റെ വാപ്പയ്യനോട് പറഞ്ഞു, എന്റെ പൈസ ചെലവാക്കാൻ എന്തിനാ മോളെങ്ങനെ മഴ കൊള്ളുന്നത്? എന്റെ ഉമ്മ പറഞ്ഞു, എന്തിനാണ് മഴയെ എന്റെ മകൾ വരുന്ന നേരത്ത് നീ പെയ്തത്? ആ ഉമ്മ മോളെ കുറ്റപ്പെടുത്തില്ല, അത് ഉമ്മക്കേ കഴിയും. ആ ഉമ്മയെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ വാപ്പ പ്രയാസപ്പെട്ടത്, വാപ്പ സഹിച്ചത്,
എല്ലാം നമുക്ക് വേണ്ടി. ഈ സദസ്സിൽ തന്നെ എത്ര വാപ്പമാരുണ്ട്. നിങ്ങൾ സഹിച്ച ത്യാഗമാണ്. ഞാൻ ഈ അടുത്ത് അവസാനമായി MSMന്റെ കളക്ഷനുമായി ബന്ധപ്പെട്ട് ഗൾഫിൽ പോയപ്പോ ഒരു വാപ്പ എന്നെ കൊണ്ടുപോയി. 16 മണിക്കൂറാണ് അദ്ദേഹത്തിന്റെ ജോലി. 16 മണിക്കൂറാണ് അദ്ദേഹത്തിന്റെ ജോലി. 900 ദിർഹം. നിങ്ങൾ കണക്കൂട്ടുക. ആ 16 മണിക്കൂർ ജോലി ചെയ്ത് അദ്ദേഹം റൂമിലെത്തിയാൽ 3 അട്ടിയുള്ള കട്ടില. 3 അട്ടികൾ. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ റൂമിലാണ്. 3 അട്ടിയുള്ള 4 ബെഡുകളാണ്. ഒരു റൂമിൽ ഒരു ബാത്റൂമാണ്. വരി നിൽക്കണം ആ വാപ്പ വരി നിൽക്കണം. ഇതിനേക്കാളും തന്നെ നാട്ടിൽ പോന്നൂടെ? നിങ്ങൾക്ക് അതൊക്കെ പറയാം. എന്റെ കുടുംബമുണ്ട് എന്നാ വാപ്പ പറഞ്ഞത്. എന്റെ കുടുംബമുണ്ട്. ഈ പ്രയാസം ആ വാപ്പ ഇന്നേ വരെ മക്കളെ അറിയിച്ചിട്ടില്ല. കാരണം എന്താ? എന്റെ മക്കൾ നന്നാവണം, എന്റെ മക്കളൊന്ന് ശരിയായി വരണം. ഇങ്ങനൊക്കെ ത്യാഗം സഹിച്ചിട്ടും നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടാലുള്ള പോലെന്താ? അതാ ഞാൻ പറഞ്ഞത്, ദീനീപരമായ വഴികളിലൂടെ വരണം. വാടാനപ്പള്ളിയിലുള്ള മുജീബ് നമ്മുടെ സജീവ പ്രവർത്തകനാണ്. മുജീബിന്റെ മകൻ നമ്മുടെ കൊടുങ്ങല്ലൂരിൽ വെച്ച് നടത്തിയ MSMന്റെ പ്രൊഫോണിൽ വളരെ സജീവനായ വളണ്ടിയറായിരുന്നു അദ്ദേഹം. ആ സഹോദരൻ ഒരു ഒഴുക്കിൽപ്പെട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ സമയത്ത് ആ വാപ്പ ഇന്നും മുജീബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആ വാപ്പ മകനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, എന്റെ മോൻ പോയത് സ്വർഗത്തുക. കാരണം എന്റെ മോൻ പരീക്ഷയ്ക്ക് ഒരല്പം മാർക്ക് കുറഞ്ഞപ്പോ ഞാൻ എന്റെ മോനെ ട്യൂഷന് ചേർത്തി. എന്റെ മോൻ എന്നോട് പറഞ്ഞു, വാപ്പ ഞാൻ ആ ട്യൂഷൻ സെന്ററിൽ പോല. എന്താ മോനെ കാരണം? ആ ട്യൂഷൻ സെന്ററിന്റെ അടുത്തൊക്കെ പല പ്രശ്നങ്ങളുള്ള ലഹരിയാണ്. അവിടെ പഠിക്കുന്ന പല കുട്ടികളും മോശമാണ്. വാപ്പ എനിക്ക് പഠിക്കണ്ട. ആ വാപ്പ പറഞ്ഞത് എന്റെ മോൻ എന്നെ നന്നാക്കി എടുക്കുന്ന. ചിന്തിച്ചു നോക്കി, അങ്ങനെ ഒരു മോനെ വന്നത് ഇവിടുന്ന ആ കുടുംബം ദീനീപരമായ വഴിയില്ല. എനിക്കറിയാവുന്ന 11 വയസ്സ് പ്രായമുള്ള 13 ജുസ് മനഃപ്പാഠമാക്കിയ ഒരു വിദ്യാർത്ഥിയുണ്ട്. ഇന്ന് ആ കുട്ടികളുടെ തിരുവനന്തപുരത്ത് RCCയില 13 ജുസ് മനഃപ്പാഠമാക്കിയ 11കാരൻ. വാപ്പ ഇടക്കിടക്കിന് വിളിക്കും, സമാധാനമല്ല. കഴിഞ്ഞ റമദാനിലൊക്കെ മോന്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ചപ്പോൾ ഒരു വല്ലാത്ത സമാധാനം. ഞാൻ ആ കുട്ടിയെയും വാപ്പയെ കണ്ടു. മോനെ പ്രയാസപ്പെടണ്ട. അപ്പൊ ആ മോനോട് പറഞ്ഞ മറുപടി എന്താ അറിയോ? എന്നെ അവനെ ഉസ്താദ് എന്ന് വിളിക്കാം. ഉസ്താദെ, വാപ്പാക്ക് പേടിയില്ലേ, പക്ഷെ എനിക്ക് പേടിയില്ല. കാരണം എന്താ? അള്ളണ്ടല്ലോ കൂടെ. 11 വയസ്സുള്ളൊരു മോൻ പറയാ, അള്ളണ്ടല്ലോ കൂടെ. എവിടുന്ന് വന്നു മക്കൾ? പ്രിയപ്പെട്ടവരെ, ഖുർആൻ പഠിപ്പിച്ച ചിന്തയാണ്. വേറെ എവിടുന്ന് കിട്ടൂല. വേറെ ഒരു ഷോർട്ട് കട്ടും പ്രിയപ്പെട്ടവരെ പറയാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നമസ്കാരത്തിന് ശേഷം കുറച്ച് സമയം ഖുർആൻ പഠന ക്ലാസ് എടുക്കും. ആ ഖുർആൻ ക്ലാസ് എടുക്കുമ്പോ സഹാബത്ത് മക്കളുമായിട്ട് വരിക. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. വീട്ടിൽ തിരിച്ചെത്തുമ്പോ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കുന്ന അടുപ്പത്ത് വെച്ച് ഭക്ഷണം ഉണ്ടാക്കുന്ന ഉമ്മ ഇങ്ങനെ നോക്കി നിന്നു. ആ കത്തിയാളുന്ന അടുപ്പിലെ തീ ഇങ്ങനെ കണ്ടിങ്ങനെ നോക്കി നിന്ന് ഒരൽപ്പം കഴിഞ്ഞപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാൻ തുടങ്ങി. ഉടനെ ഉമ്മ ചോദിച്ചു, എന്താ മോനെ പ്രശ്നം? ഉടനെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താ അറിയോ? ഉമ്മ, ഇന്ന് അള്ളാന്റെ റസൂൽ നരകത്തിലെ തീയിനെ കുറിച്ചാണ് ക്ലാസ് എടുത്തത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ബേജാറാവുക. എന്നിട്ടാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉമ്മാനോട് പറയാം, ഉമ്മ, ഈ അടുപ്പ് കത്തിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെറിയ പുള്ളി വെച്ചു, പിന്നെ വലിയ പുള്ളി, അങ്ങനല്ലേ വെക്കണത്. നാളെ നരകത്തിലെത്തുമ്പോൾ ഞങ്ങൾ ചെറിയ മക്കൾ ആദ്യം നരകത്തിലിടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോകുന്നു എന്ന് പറയുന്ന സ്വഹാബികളല്ല, സ്വഹാബികളുടെ കൂട്ടത്തിലെ കുട്ടികൾക്ക് പോലും അത്തരമുള്ള ചിന്തകൾ ഉണ്ടായില്ല. അതെന്താ നമ്മുടെ മക്കൾക്ക് വരാത്തത്? നമ്മുടെ മക്കളെ ആ രൂപത്തിൽ നമ്മൾ പാകപ്പെടുത്തുന്നില്ല. എന്തൊക്കെ ഗെയിമാ, പൈസ കൊടുത്ത് വാങ്ങണ ഗെയിം ഉൾപ്പെടെ എന്തൊക്കെ ഉണ്ട് ഈ കൂട്ടത്തില്. അവിടെ ഇപ്പുറത്ത് ഖുർആന്റെ ക്ലാസ് ഉണ്ട്, ഖുർആനുമായി ബന്ധപ്പെടുന്ന മത്സരമുണ്ട്, ഖുർആനുമായി ബന്ധപ്പെട്ട ക്വിസ് പ്രോഗ്രാം ഒക്കെ ഈ മൊബൈലിലുണ്ട്. നമ്മൾ ആരും അത് ഡൗൺലോഡ് ചെയ്തിട്ടില്ലല്ലോ.
നമ്മൾ ആരും ഇത് കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾക്കൊക്കെ അറിയാം റിപ്പർ ചന്ദ്രൻ കേരളത്തിലെ കുപ്രസിദ്ധനായ ഒരു മോഷ്ടാവായിരുന്നു അദ്ദേഹത്തിന് ഒരു വീട്ടിൽ ചെന്നാൽ കോളിംഗ് ബെൽ അടിക്കും. വീട്ടുകാർ വാതിൽ തുറന്നാൽ കയ്യിലുള്ള ഹാമർ കൊണ്ട് തലക്കടിക്കും. ഒന്നുകിൽ ആ വീട്ടുകാരെ ബോധപ്പെടും, അല്ലെങ്കിൽ മരണപ്പെടും. എന്നിട്ട് ആ വീട്ടിലുള്ള വസ്തുക്കളൊക്കെ മോഷ്ടിച്ചു പോകും. ഒടുവിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ സ്വാഭാവികമായ കോടതിയുടെ ഒരു നടപടിക്രമമാണ് അവസാനത്തെ ആഗ്രഹം. റിപ്പർചന്ദ്രൻ പറഞ്ഞു, എനിക്കെന്റെ അമ്മയെ കാണണം. കോടതിയിലെ ജഡ്ജി പോലും കരഞ്ഞുപോയി. എത്ര വലിയ കൊലയാളിയാണെങ്കിലും അവസാനത്തെ ആഗ്രഹം അമ്മയെ കാണാനാണല്ലോ. റിപ്പർചന്ദ്രന്റെ അമ്മ കോടതിയിലേക്ക് വരുന്നു. കോടതിയിൽ കയറിയപ്പോൾ ഓടി ചെന്ന് ആ അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയുടെ ചെവി കടിച്ചു പറിച്ച് താഴെയിട്ട് പറഞ്ഞു, നിങ്ങളാണ് എന്നെ കള്ളനാക്കിയത്. നിങ്ങൾ കോടതിയിൽ സംഭവിച്ച സംഭവം, നിങ്ങളാണ് എന്നെ കള്ളനാക്കിയത്. കാരണം ചെറുപ്പത്തിൽ ഞാൻ സ്കൂൾ വിട്ടു വരുമ്പോ പലതും എന്റെ കയ്യിലുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ തടഞ്ഞില്ല. അതിങ്ങനെ തുടർന്നാണ് ഞാൻ വലിയ മോഷ്ടാവായി മാറിയത്. 1ാം ക്ലാസ് പോണ നമ്മുടെ മോൻ സ്കൂൾ വിട്ടു വരുമ്പോ ഒരു സ്ലേറ്റ് പെൻസിലേറ്റ് വരും. 2ാം ക്ലാസ്സിലെ മോൻ പെൻസിലേറ്റ് വരും. 3ലെ മോൻ പെന്നാവും. 4ാം ക്ലാസ്സിലെത്തുമ്പോൾ പൈസ ആവും. 5ാം ക്ലാസ്സിലെത്തുമ്പോൾ ഇൻസ്ട്രുമെന്റ് ബോക്സ് ആകും. അങ്ങനെ തുടങ്ങിയിട്ടാണ് കോഴിക്കോട് ജില്ലയിലെ 8ാം ക്ലാസ് പഠിക്കുന്ന 14 കുട്ടികൾ സ്കൂളിലെ കമ്പ്യൂട്ടർ മോഷ്ടിച്ചത്. പോലീസ് കമ്മീഷണർ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഉത്തരവാദി വീട്ടുകാരാണ്. നമ്മളെ മക്കളൊക്കെ എത്ര ബൈക്കേറ്റ് വരും, അത് വിടുക എന്റെ ഫ്രണ്ടിന്റെ ബൈക്കാ. മോനെ അങ്ങനെ ഒരു ഫ്രണ്ട് പറ്റൂലല്ലോ. ആ പറയാത്ത ഫ്രണ്ട് വിടുക, ഉമ്മ അറിയാത്ത ഫ്രണ്ട് വിടുക. എന്താ ചോദിക്കാതെ? നമുക്ക് അതിൽ ഒരു ധൈര്യമില്ല. പല രക്ഷിതാക്കളോടും പറയുമ്പോ, സാർ നിങ്ങൾക്ക് ഇതൊക്കെ പറയാം, എന്റെ മോനൊരു കയറുമായിട്ട് തൂങ്ങുന്ന. ഇതാ ഈ ഒരു പേടിയിലാണ് മക്കൾ പിടിച്ചു നിൽക്കുന്നത്. എന്റെ കോളേജിൽ കഴിഞ്ഞ ആഴ്ച ഒരാൾ മുറിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോ പറയുന്നു, സാറേ ഇത്രയും കാലം മോന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. അപ്പോ ആ മോനെ വിളിച്ചു. മോൻ പറഞ്ഞു, ഒന്നുമില്ല സാറേ, എന്താണ് ഇന്നത്തെ ജീവിതം, ഞാനൊരു തമാശ എന്നുള്ള നിലക്ക് ഫ്രണ്ട്സ് ആയിട്ട് കണ്ടതല്ലേ. ഞാൻ പറഞ്ഞത് ഫ്രണ്ട്സാ. 2 കൊല്ലം, അതും ഈ ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞ ആകെ 4 മാസം ഒരുമിച്ച് പഠിച്ചത്. 4 മാസം ഒരുമിച്ച് പഠിച്ച കുട്ടികളെ കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോവാ. അവിടെ നമ്മുടെ മക്കൾക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? നിങ്ങളുമായി നന്നായി സംസാരിച്ചിരുന്ന കുട്ടികൾ സംസാരം കുറഞ്ഞാൽ ശ്രദ്ധിക്കണം. ഒരു സംശയം വേണ്ട, ഓന് വേറെ ആരോടെ സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ് സംസാരം കുറയണത്. പിന്നെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, അതൊക്കെ ഡൈനിങ് ഹാളിൽ വെക്കണം. കമ്പ്യൂട്ടർ ഡൈനിങ് ഹാളിൽ ഉപയോഗിക്കേണ്ടത്. കമ്പ്യൂട്ടർ ഓന്റെ റൂമിൽ വേണ്ട. എന്നോട് പല രക്ഷിതാക്കളൊക്കെ പറയും, സാറേ 2 മണിക്കൊക്കെ ഓന്റെ റൂം തുറന്ന പുതപ്പിന്റെ ഉള്ളിൽ ലേറ്റാണ്. വാട്സപ്പിലാ. നമ്മുടെ മക്കള് രാവിലെ ഭൂരിഭാഗം കുട്ടികളും ഭക്ഷണം കഴിക്കൂല. എന്താ കാരണം? 8:30-9 മണിക്ക് എണീക്കുക, ഓടി കോളേജിൽ വരുന്നത്, കോളേജിലെത്തിയ കടന്നുറങ്ങുക. ക്ലാസ്സിൽ രാവിലെ തന്നെ ഇരുന്ന് ഉറങ്ങുക, കാരണം രാത്രി ഉറക്കല്ല. ഇങ്ങനെ ഒരു കാലത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു. കുറച്ച് ത്യാഗം നമ്മൾ സഹിച്ചേ പറ്റൂ. ആ ത്യാഗം സഹിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ മക്കളെ നമുക്ക് കൊണ്ടെടുക്കാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കണം. 2 കാര്യമേ നമുക്ക് ചെയ്യാൻ കഴിയും. 1, നമ്മൾ ദീനീപരമായ സാഹചര്യം വീട്ടിലുണ്ടാക്കുക. 2, അവരുടെ സഹവാസം ദീനുള്ളവരായി മാറണം. ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, എല്ലാവിധ തിന്മകൾക്കും ചാൻസ് ഉള്ള പ്രബലമായ ഒരു കോളേജിൽ ഞാൻ പഠിക്കുമ്പോ എന്റെ ബാപ്പി അറിയാം, ഉമ്മ അറിയാം, ഒരു തെറ്റ് ചെയ്താൽ, കാരണം എന്താ, കിലോമീറ്റർ അപ്പുറത്ത് ഞാൻ പഠിക്കണം, ഒരു പ്രശ്നമില്ല. അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരേ ഒരു കാരണം കാരണം എന്താ, ഞാൻ ഉച്ചക്ക് പള്ളിന്റെ മുന്നിൽ നിന്ന് നോട്ടീസ് കൊടുക്കും, ഞാൻ തന്നെ പുറത്തുനിന്ന് വീടി വലിച്ചെന്താ കോലം, അള്ളാന്റെ സംരക്ഷണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സഹവാസങ്ങളിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ തിരിച്ചുവിടുക. നമ്മുടെ നാട്ടിലൊക്കെ വളരെ സജീവമായ സംഘടനാ പ്രവർത്തനങ്ങൾ. നേരത്തെ KNM സെക്രട്ടറി സിയാറയെ കുറിച്ച് പറഞ്ഞു.
സിയാറയുടെ പഠന സംരംഭങ്ങളിൽ ആ കുട്ടികളുടെ കൂടെ അവരുമായി ഇടപെട്ട് പിന്നെ വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ നേരില്ല. കാരണം എന്താ ഇവന്റെ ആലോചന, ഇവന്റെ ചിന്തി അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞതാണല്ലോ, ഒഴിവ് സമയം കിട്ടിയ ആളുകൾ വഴിഞ്ഞിട്ടും. ഒഴിവ് സമയം കിട്ടാൻ പാടില്ല. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ദീനപരമായ വിഷയം പോസ്റ്റർ ഒട്ടിക്കാൻ പോകണം, അതേപോലെ തന്നെ പരിപാടിക്ക് പോകണം, മൈക്ക് സെറ്റ് റെഡിയാക്കണം, അവിടെ എന്തൊക്കെ കെട്ടാൻ അതൊക്കെ കെട്ടണം. ഇതൊക്കെ ചെയ്യുമ്പോ അള്ളാഹുവിന്റെ പ്രതിഫലവും കൂടെ നമ്മൾ തന്നെ നന്നാവും. കുട്ടികളെ വേറൊരു വഴിക്ക് തിരിച്ചുവിടലാണ്. അതേപോലെ സിആർഇയിലൊക്കെ പഠിച്ച കുട്ടികൾ, എനിക്കറിയാം, മലപ്പുറം ടൗൺ ഹാളിൽ MSMന്റെ ഒരു ഹയർ സെക്കൻഡറി സമ്മേളനം നടന്നു. ആ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു പോരുന്ന സമയത്ത് ഒരു കുട്ടി മെമ്മറി കാർഡ് വലിച്ചെറിഞ്ഞു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കയ്യിൽ നിന്ന് വീണതാണെന്ന. ഞങ്ങൾ സംഘാടകർ ആ മെമ്മറി കാർഡ് അവന്റെ കയ്യിൽ കൊടുത്തു. ഓൻ പറഞ്ഞല്ല, ഞാനത് വലിച്ചെറിഞ്ഞതാ. എന്തേ? കാണാൻ പറ്റാത്ത പല കുഞ്ഞത് വേണ്ട. ഒരു പ്രസംഗം കൊണ്ട് മാറ്റണ്ടായില്ല. ഒരു പ്രസംഗം അവന്റെ മെമ്മറി കാർഡ് ഒഴിവാക്കി. ഇത്രേ ഉള്ളൂ. അതെന്താ കാരണം? അള്ളാഹുവാണ് മാറ്റണ്ടാവില്ല. നമ്മൾ പണിയെടുക്കുക. നമ്മുടെ മക്കളെ സിആർഇയിലേക്ക് വിട്ടാൽ ഞാൻ ഉറപ്പ് പറയാം, നമുക്ക് നല്ല മോനെ കിട്ടും. MSMന്റെ പ്രവർത്തനങ്ങളിലേക്ക്, ഇത്തരം വിഷയങ്ങളിലേക്ക് വന്നാൽ MSM നിങ്ങൾക്ക് നൽകുന്ന ഒരു ഓഫർ ഒന്ന് മാത്രം, നിങ്ങൾക്ക് നല്ല മക്കളെ കിട്ടും. അതിന്റെ അടിയിലാണ് ചില ആളുകൾക്ക് തോന്നുന്നു മക്കളെ പഠനം പോകും. ഒരു പഠനം പോകില്ല. MSMന്റെ നിലവിലുള്ള സംസ്ഥാന കമ്മിറ്റിയിൽ ഡോക്ടറുണ്ട്, എഞ്ചിനീയറുണ്ട്, കോളേജ് അധ്യാപകരുണ്ട്, ആരല്ലാത്തത് എല്ലാവരും ഉണ്ട്. ഡോക്ടർ താഴെ മുതലേ പ്രവർത്തിച്ചു വരുമ്പോ അള്ളാഹുവിന്റെ ഒരു സഹായം ആ രംഗത്ത് വരും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അണിയറയിലേക്ക്, ബാന്ധവങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയച്ചാൽ വഴി തെറ്റുന്ന പ്രശ്നമല്ല. അപ്പൊ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? റബ്ബന ഇന്നാ അത്തഖനാ സാദതനാ വറഅന. അല്ലാഹുവേ, എനിക്ക് വഴി കാണിച്ചു തരേണ്ട, ഞാൻ അനുസരിച്ചത് ആരെയാ? ഇവിടുത്തെ നേതാക്കന്മാരെ. അതോടൊപ്പം ഞങ്ങളുടെ ഖുർആന എന്ന് പറഞ്ഞ മുഫസ്സിരീങ്ങൾ പറയുന്നത് മാതാപിതാക്കളെ കുറിച്ചാണ്. അവരൊക്കെ കണ്ടാൽ ഞാനിങ്ങനെ പോയത് സബീല, പക്ഷേ അവരെന്നെ വഴി പിഴപ്പിച്ചു, അല്ലെങ്കിൽ നല്ല വഴി എനിക്ക് കാണിച്ചു തന്നില്ല. അതുകൊണ്ട് പടച്ചവനെ, റബ്ബനാ ആതീഹിം മിനൽ അദാബ്, അവർക്ക് ഡബിൾ ശിക്ഷ കൊടുക്കണം. അങ്ങനെയാണ് അതിന്റെ അർത്ഥം. ഡബിൾ പണിഷ്മെന്റ് എന്നാണ്. എനിക്ക് കിട്ടുന്നതിന്റെ ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്കണമെന്നോ നാളെ പരലോകത്ത് വെച്ച് മക്കൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വഴി കാണിച്ചു തരാത്ത, ദീന് പഠിപ്പിച്ചു തരാത്ത, ദീനിന്റെ വഴികളിലേക്ക് ക്ഷണിക്കാത്ത, നന്മയുള്ള സദസ്സുകളിലേക്ക് പറഞ്ഞയക്കാത്ത എന്റെ മാതാപിതാക്കളെ എനിക്കൊന്ന് കാണിച്ചതാ. ഞാൻ എന്റെ കാലിന്റെ അടിയിൽ വെച്ച് അവരെ ചവിട്ടിയേറിക്കട്ടെ, അവർ പ്രയാസപ്പെടുന്നത് കണ്ട് ഞാൻ സന്തോഷിക്കട്ടെ എന്ന് മക്കൾ പറയുന്ന ഒരവസ്ഥ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നമ്മുടെ മേൽ ഭാരമാകുന്ന ഒരവസ്ഥയില്ലാതിരിക്കണം. അപ്പൊ അതിനെന്തു വേണം? മക്കളെ കൂടെ നിർത്തുക, നിങ്ങൾ കൂടെ കൂട്ടുക. നിങ്ങൾ എവിടെ പോകുന്നുവോ അവിടെയൊക്കെ മക്കൾ വേണം. നമുക്ക് നമ്മുടെ നന്മകളിൽ, നമ്മുടെ സ്നേഹങ്ങളിൽ, നമ്മുടെ ഇടപെടലുകളിലൊക്കെ മക്കളെ കൂട്ടി നന്മയുടെ വഴികളിലൂടെ നമ്മൾ കടന്നു പോകണം. മക്കളൊക്കെ മൊബൈൽ ഫോണിലാണ് എന്ന് കുറ്റം പറയുമ്പോ ഒന്ന് നിങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കണം. പാപ്പാക്ക് എന്താ പണി? പാപ്പ ഫുൾ ടൈം ഫോണില. ഉമ്മക്ക് എന്താ പണി? ഉമ്മയും ഫോണില. അത് കാണുന്ന മക്കളും ഫോണില. എല്ലാവരും ഫോണിലാപ്പോ. ഞാൻ ഈ അടുത്ത് വാട്സപ്പിൽ ഒരു കഥ വായിച്ചു. ഒരു വല്യമ്മ വല്ലാതെ പ്രയാസപ്പെട്ട് വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ നിൽക്കുക. ആരും വെള്ളം കൊണ്ടുവരണില്ല. അപ്പൊ വല്യമ്മ ഇങ്ങനെ ചെരിഞ്ഞു കിടന്നപ്പോ ചാനലിൽ ഒരു ഫോണുണ്ട്. ആ ഫോണിൽ കയറി വാട്സപ്പിൽ കയറിയിട്ട് മക്കളെ വെള്ളം വേണമെന്നപ്പോ എല്ലാ മക്കളും വെള്ളയിൽ വരുന്ന. കാരണം എല്ലാവരും ഇതിലൂടെയാ. അങ്ങനെ ഒരു കാലത്ത് ജീവിക്കുമ്പോ നമ്മുടെ മക്കൾക്ക് ജീവിതത്തിന്റെ വഴിത്താരകൾ അറിയാതെ പോകും. ഈ അടുത്ത് ഒരു അപകടത്തിൽപ്പെട്ട് ഒരു ബസ്സും ലോറി ഇങ്ങനെ ഒരത്തിപ്പോയി. ഒറ്റനോട്ടത്തിൽ ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ ഒരു പ്രവർത്തകൻ, അവന്റെ രക്തം ഇങ്ങനെ വാർന്നു വെച്ച് അബോധാവസ്ഥയില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലെത്തി എത്തിച്ചു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ അവനെ പരിശോധിച്ച് ഏകദേശം 10-15 മണിക്കൂറിന് ശേഷം ബോധം തിരിച്ചു കിട്ടുമ്പോ ഞങ്ങൾ ഏതാനും MSMന്റെ ഭാരവാഹികൾ അവന്റെ അടുത്തുണ്ട്. ഉടനെ ബോധം വന്ന ഉടനെ അതിന്റെ ബാഗ് വേണം. അവന്റെ ബാഗ് കൊടുത്തു. ബാഗിൽ നിന്ന് 1250 രൂപയും
ഒരു റെസീറ്റ് ബുക്ക് മേടിപ്പിച്ചിട്ടോ പറഞ്ഞു, ഇത് MSMന് തരാനുള്ള പിരിക്കാൻ തന്ന ബുക്ക, നല്ല തിരിച്ചു പിടിച്ച പോണം, അതിന്റെ മുമ്പ് ഈ ഒരൊറ്റ ബാധ്യതയുള്ളൂ. ഈ ബോധം ഇവിടുന്ന വന്നത് ഇത്തരം നന്മയുള്ള സദസ്സുകളിൽ നിന്നാണ്, ഇത്തരം നന്മയുള്ള വേദികളിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മുടെ കൂടെ കൂട്ടിപ്പിടിച്ച് നന്മയുടെ വഴിയാളങ്ങളിലൂടെ, നന്മയുടെ വഴിത്താരങ്ങളിലൂടെ KNMന്റെ, ISMന്റെ, MGMന്റെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ പല കുടുംബങ്ങളിലും ശൈഥില്യമായി വിവാഹത്തിന്റെ മേഖലകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അവിടൊക്കെ നമ്മൾ മക്കൾക്ക് വിവാഹമോചനം ശക്തമായി കൂടിക്കൊണ്ടിരിക്കുന്നു. എന്താ കാരണം? ദീൻ യോജിക്കുന്നില്ല. ആ രൂപത്തിലുള്ള ഒരു യോജിപ്പ് നമ്മൾ പരിഗണിക്കുന്നില്ല. ആ ഒരു പരിഗണന നഷ്ടപ്പെട്ടു പോയാൽ കുടുംബ ജീവിതം തന്നെ താളം തെറ്റുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് കല്യാണം അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ ആകെ പരിഗണിക്കുന്നത് സൗന്ദര്യവും വിദ്യാഭ്യാസവും തറവാടും സമ്പത്തുമായാൽ ദീന് നഷ്ടപ്പെടും. ഒക്കെ നല്ലതാണ്, ഇതെല്ലാം നല്ലതാണ്, കൂടെ ദീനും വേണം. ദീനുള്ളതേ ജീവിതം നിലനിൽക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കൂ, പടക്കം പൊട്ടിക്കലുകൾ ഉണ്ടാക്കുന്ന JCBയുടെ കയ്യിൽ വരനും വധുവും ഒരുമിച്ചിരിക്കുന്ന ഈ കൊറോണയുടെ കാലത്ത് PPE കിറ്റ് ധരിച്ചു വരുന്ന ഭർത്താക്കന്മാരുടെ ഫോട്ടോ ഒക്കെ കാണുന്ന ആ നെറികേടിന്റെ ആ രൂപങ്ങളായി മലപ്പുറം മാറുമ്പോ ഇല്ലെന്ന് പറയാൻ അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീനാണ് വലുത് എന്ന് പറയാൻ കഴിയുന്ന മക്കൾ നമ്മുടെ വീടുകളിൽ നിന്ന് വളർന്നു വരേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിൽ അത്തരത്തിലുള്ള മക്കളെ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അവർ നാടിന് മുതൽക്കൂട്ടായി മാറും, കുടുംബത്തിന് മുതൽക്കൂട്ടായി മാറും. ആ ഒരു തരത്തിലേക്ക് നമ്മുടെ വീടിനെ അഭിമാനമാകേണ്ടത് ദീനാണ്. അനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്. ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമനാണ് എന്ന ചിന്തയോടുകൂടി നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വീടിനെയും നാടിനെയും ഒക്കെ സംസ്കരിക്കാൻ തയ്യാറായാൽ മുജാഹിദ് ആദർശത്തിന്റെ പാരമ്പര്യവും പൈതൃകവും പറയാൻ കഴിയുന്ന ഈ ഒരു താനാളൂരിന്റെ മഹല്ലിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഞാൻ അങ്ങനെ പറയുന്നത് മുജാഹിദ് പാരമ്പര്യമുള്ള ഒരു മണ്ണിൽ നിന്നാണ് ഞാനും വരുന്നത്. ഒരുപക്ഷെ അത്തരം മേഖലകളിലേക്ക് ചില അപജയങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ വീടിന്റെ അകത്തളങ്ങളിൽ കയറി ചെന്നുകൊണ്ട് ഖുർആനിന്റെയും ആദർശത്തിന്റെയും സന്ദേശം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന തീവ്രമായ യത്നങ്ങൾ അത് ISMന്റെയും KNMന്റെയും MSMന്റെയും MGMന്റെയും ഭാഗത്തു നിന്ന് തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വലിയൊരു മാറ്റമായി ഈ നാട്ടിൽ വഹിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം വയ്ക്കുകയാണ്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ സന്തോഷത്തോടുകൂടി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചിരിക്കാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളാക്കി വളർത്തിക്കൊണ്ടുവന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോരനീരാക്കി പണിയെടുത്ത് കാൽമുട്ടിന്റെ വേദന, ഊരയുടെ തേയ്മാനം എല്ലാം വകവെച്ച് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ ഉമ്മയുടെ മടിത്തട്ടിൽ വിസർജനം നടത്തിയപ്പോ ആ ഉമ്മക്ക് നീരസം തോന്നിയിട്ടില്ല. ഞങ്ങളുടെ ഉമ്മയുടെ മുഖം ചുളിഞ്ഞു പോയത് നാഥാ ഞങ്ങൾക്ക് വേണ്ടി പണിപ്പെട്ടത് കൊണ്ടാണ്. അർഹമായ പ്രതിഫലം നൽകി സ്വർഗ്ഗം നൽകി അവരെ അനുഗ്രഹിക്കണം റഹ്മാനെ. മക്കളെ കുറിച്ച് ഓർക്കുമ്പോ വല്ലാത്ത പേടിയാണ് നാഥാ. ഞങ്ങളുടെ മക്കളിലൂടെ കണ്ണിന്റെ കുളിർമ പ്രദാനം ചെയ്ത് മുത്തഖീങ്ങളുടെ മുന്നിൽ നടക്കാൻ പര്യാപ്തമായ വിധാനത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണം റഹ്മാനെ. മഹാമാരിയുടെ, കൊറോണയുടെ, ഷിഗല്ലയുടെ, പല വൈറസുകളുടെയും പല പരീക്ഷണങ്ങളുടെയും ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പൂർണ്ണമായ രക്ഷയും സമാധാനവും പൂർണ്ണമായ ഈ മഹാമാരിയിൽ നിന്നുള്ള മോചനവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ, രോഗങ്ങൾ, ശാരീരിക വിഷമതകൾ, മാനസികമായ വൈകല്യങ്ങൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, കടങ്ങൾ, ഇത്തരം പ്രയാസങ്ങളിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് എളുപ്പം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളോട് നേരത്തെ വിടപറഞ്ഞു പോയ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ മുഴുവൻ ആളുകൾക്ക് മഹഫറത്തും റഹ്മത്തും നൽകി അവരുടെ കബറിടങ്ങൾക്ക് വിശാലത പ്രദാനം ചെയ്യണം റഹ്മാനെ. വന്നുപോയ അപാകതകൾ പരലോകത്തിലേക്ക് മാറ്റിവെക്കാതെ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. മരിക്കുന്ന സമയത്ത് മഹത്തായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള വലിയ ഭാഗ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. നരകത്തിലെ കത്തിയാളുന്ന നരകത്തിയും അത് സഹിക്കാനുള്ള ശക്തിയും കെൽപ്പും ഞങ്ങൾക്ക് ലഭിക്കുക. അത്തരം സന്ദർഭങ്ങളിൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണം റഹ്മാനെ.
പലപ്പോഴും ഞങ്ങളുടെ സംസാരങ്ങളിൽ പലരും ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്യാറുണ്ട്. അവരുടെയൊക്കെ സ്വാലിഹായ മുറാദുകൾ ഹാസിലാക്കണം റഹ്മാനേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ألف بين قلوبنا وأصلح ذات بيننا. اللهم ألف بين قلوبنا وأصلح ذات بيننا. ربنا تقبل منا دعاءنا وقيامنا وصلاتنا وأعمالنا يا رب العالمين وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سلام على المرسلين والحمد لله رب العالمين. والسلام عليكم ورحمة الله.